സോ ഗൈസ്, റിസ്ക് മാനേജ്മെന്റ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. നമുക്ക് റിസ്ക് മാനേജ്മെന്റ് എന്ന് ഞാൻ തുടക്കത്തിൽ പറയുമ്പോൾ നിങ്ങളോ ഒക്കെ നമുക്കറിയാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. പക്ഷേ ഇപ്പൊ നമ്മളിപ്പോ ചെയ്തൊരു എക്സസൈസ്, ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ സെപ്റ്റംബർ മന്തിന്റെ ഒരു ഡേറ്റ് എടുക്കുന്ന സമയത്ത് എല്ലാവരും ഏറെക്കുറെ എല്ലാവരും പ്രോഫിറ്റിലാണ്. പക്ഷെ ഡേറ്റ പറയുന്നത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് റിസ്ക് മാനേജ്മെന്റ് കുറച്ചുകൂടെ പക്കയായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരുന്നെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം പോകാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇപ്പൊ വധൂത് ബ്രോ ഇട്ടേക്കുന്നത്. വധൂത് ബ്രോ -1.5% ആണ് എൻഡ് ചെയ്തത് പ്രൈമറി അക്കൗണ്ടിൽ. പക്ഷെ ഡേറ്റ വെച്ചിട്ട് +8% വരെ പൊട്ടൻഷ്യൽ ആയിട്ട് റിസ്ക് മാനേജ്മെന്റ് പക്കയായിരുന്നെങ്കിൽ പോകാൻ പറ്റുമായിരുന്നു. അക്ഷയ് ബ്രോ 0.5%, 0.32% ആണ് പ്രോഫിറ്റ്. പക്ഷെ ഡേറ്റ വെച്ചിട്ട് 2%ഓളം പുഷ് ചെയ്യാൻ പറ്റുമായിരുന്നു. സ്വാലി ബ്രോ ആണെങ്കിൽ ഓൾമോസ്റ്റ് ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ 0.6% ആണ് പ്രോഫിറ്റ് ആയത്. പക്ഷെ ഡേറ്റ വെച്ചിട്ട് 0.5ഓളം പുഷ് ചെയ്യാൻ പറ്റുമായിരുന്നു. റമീസിക്കാണ് ഇംപ്രസീവ് ആണ്. ഓൾറെഡി പ്രോഫിറ്റിലാണ് എൻഡ് ചെയ്തത് 2.5%. പക്ഷെ ഡേറ്റ വെച്ചിട്ട് 6%ഓളം പുഷ് ചെയ്യാൻ റമീസ് ബ്രോയ്ക്ക് പറ്റുമായിരുന്നു. പ്രജ്വൽ ബ്രോ ഈക്വൽ ആണ്, പ്രൈമറിയും ഡേറ്റ വെച്ചിട്ടും സെയിം എന്റെ മന്ത് ഡാറ്റ വെച്ച് നോക്കുമ്പോ -2% ആണ്. പിന്നെ ഈ ടോട്ടൽ ട്രേഡ്സിന്റെ കറക്റ്റ് 1:2, അതായത് 1% റിസ്ക്കും 2% 2% ടാർഗറ്റും റിവാർഡും വെച്ച് എടുക്കുന്നതാണെങ്കിൽ 2 ട്രേഡ് പ്രോഫിറ്റും 6 ട്രേഡ് ലോസും. ബ്രേക്ക് അപ്പൊ ഈവൻ നോക്കുന്ന സമയത്ത് -2% ആണ് കാണിക്കുന്നത്. അപ്പൊ രണ്ടും മൈനസ് മൈനസ്. രണ്ടും സെയിം എന്നുള്ള രീതിയിൽ. നൌഷാദിക്കയുടേത് -1.5% ആണ് സെപ്റ്റംബർ എൻഡ് ചെയ്തത്. പക്ഷെ ഡേറ്റ കാണിക്കുന്നത് +1.5%-ൽ എൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ അശ്വിൻ ബ്രോ -3% എൻഡ് ചെയ്തത്. 1.5%-ലാണ് ഈ ഒരു മന്ത് എൻഡ് ചെയ്തത്. പക്ഷെ 3%ഓളം പ്രോഫിറ്റിൽ എൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഷരൂൺ ബ്രോ 1.5% ആണ് പ്രോഫിറ്റ് സെപ്റ്റംബർ മാസം. പക്ഷെ 4% വരെ പുഷ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഡേറ്റ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പം ഡെവീന ചേച്ചി 0.7% പ്രോഫിറ്റ് ആയിരുന്നു, 1%ഓളം അപ്പാവാൻ പറ്റുമായിരുന്നു. സോ യെസ് ഗൈസ്, സോ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഡേറ്റ സൂചിപ്പിച്ചു തരുന്നത് നമ്മൾ എത്രത്തോളം നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ ഒരു റിസ്ക് മാനേജ്മെന്റ് പക്കയായിരുന്നെങ്കിൽ നമുക്ക് എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. ഷിയാസിക്ക 1.5% അപ്പാവണം, RR പ്രോപ്പർ ആയിരുന്നെങ്കിൽ 2.2%ഓളം പുഷ് ചെയ്യാൻ പറ്റുമായിരുന്നു. നദീർ ബ്രോഡ് ഇട്ടിട്ടില്ലല്ലോ. നദീർ ബ്രോ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നോ? ജോൺ ബ്രോ 1.5% പ്രോഫിറ്റ് ആണ്. ബട്ട് ഡേറ്റ പറയുന്നത് 6%ഓളം പുഷ് ചെയ്യാൻ പറ്റുമായിരുന്നു ആക്യുറേറ്റ് ആയിരുന്നെങ്കിൽ. എനിക്ക് തോന്നുന്നു നദീർപുരം പോയെന്നുണ്ട് നദീർ ബ്രോ കുറച്ചധികം പ്രോഫിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തീർന്നില്ലെന്ന് തോന്നുന്നു. ചിലപ്പോ പറയുമ്പോ വിശ്വാസക്കാരുടെ കൂടെ പോയിണ്ടാവും. അതൊരു പോയിന്റ് ആണ്, ഒരു കാണുന്നില്ല. പറഞ്ഞിട്ടാണല്ലോ. ഓക്കെ, യെസ് ഗൈസ്, ബാക്ക് ടു ടോപ്പിക്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു റിയലൈസേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡേറ്റ എന്നുള്ളത്. ഓക്കെ, ഡേറ്റ നമുക്ക് എപ്പോഴും 100% ഡേറ്റ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ പൊട്ടൻഷ്യൽ, നിങ്ങൾ എടുക്കുന്ന ട്രേഡ്സ്, നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ എടുത്ത ട്രേഡിനകത്ത് എത്രത്തോളം റിസ്ക് മാനേജ്മെന്റ് കുറച്ചുകൂടെ പക്കയാക്കി കഴിഞ്ഞാൽ എത്രത്തോളം റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്. റിസ്ക് മാനേജ്മെന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ട്രേഡിംഗിൽ ഒരാൾ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ അനലിറ്റിക്കൽ സ്കിൽ ആയിരിക്കത്തില്ല, അവന്റെ ഫണ്ടമെന്റൽ നോളജ് ആയിരിക്കത്തില്ല, അവന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ അവന്റെ സൈക്കോളജിയും അവന്റെ റിസ്ക് മാനേജ്മെന്റ് ആണ്. ഇത് പക്കയാണെങ്കിൽ ഒരു ആവറേജ് ട്രേഡറിന് പോലും ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ പണ്ട് പറഞ്ഞൊരു എക്സാമ്പിൾ, 2 ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ഉണ്ട്, പ്രജ്വലും രാഹുലും. ഒരാള് ഇമോഷണലി ബാലൻസ്ഡ് അല്ല, പക്ഷെ ടെക്നിക്കലി ബ്രില്യന്റ് ആണ്. രണ്ടാമത്തെ സൈഡിൽ ടെക്നിക്കലി ആവറേജ് ആയിട്ടുള്ള ഒരാളായിരിക്കും, പക്ഷെ ഈ റിസ്ക് മാനേജ്മെന്റ് ആൻഡ് സൈക്കോളജിയിൽ പക്കയായിരിക്കും. ഒരു സംശയം വേണ്ട, ആരാണോ റിസ്ക് മാനേജ്മെന്റിലും സൈക്കോളജിയിലും പെർഫെക്റ്റ് ആയിട്ടുള്ളത് അവരെ ഇവിടെ സസ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. ഇതിനകത്ത് പ്രജ്വലാണോ രാഹുലാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ, ഞാനായിട്ട് പറയുന്നില്ല. അന്ന് ഓക്കെ, ഞാൻ പ്രജ്വൽ ബ്രോയ്ക്ക് കൊടുക്കുന്ന അന്ന് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. പ്രജ്വൽ ബ്രോ സെപ്റ്റംബറിൽ -2%, ഞാൻ 0.1% ലോസ്. നിങ്ങൾ പറയാ ആർക്കും കൊടുക്കാത്ത. ഇല്ല പ്രജ്വൽ ബ്രോ അതില്ല. അത് തുടക്കത്തിൽ കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ടൈം ഒരാഴ്ചത്തെ കണക്കെടുത്ത പ്രജ്വൽ ബ്രോ അൺബ്രേക്കബിൾ പ്രോഫിറ്റബിൾ ആണ്. ഓക്കെ, വിട്. ഞാൻ 4 ട്രേഡ് എടുത്ത് 2 ലോസ് 2 പ്രോഫിറ്റ്. ഇപ്പൊ ഓവറോൾ പ്രോഫിറ്റിലുള്ള ഫണ്ട്. അങ്ങനെ കണക്കുകൾ പെർസെന്റേജ് വഴി പറയണം. ഞാൻ ഈ പ്രജ്വൽ രാഹുൽ എന്ന് പറഞ്ഞ എന്റെ പെട്ടെന്ന് വായി വരുന്ന 2 പേരുകൾ ഇതായതുകൊണ്ടാണ്. നമുക്ക് വേറെ 2 പേര്, അപ്പു വേറെ ഏതെങ്കിലും പേര് പോട്ടെ, വിട്. ഫൈൻ. ഓക്കെ, സോ ആ റിസ്ക് മാനേജ്മെന്റിന് ഇമ്പോർട്ടൻസ്. നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട്,
ഫണ്ടഡ് അക്കൗണ്ട് എത്രയും പെട്ടെന്ന് ക്രാക്ക് ചെയ്യണം എന്നുള്ള ആൾക്കാർ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ മതി. മാസ്റ്റർ അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്ന നൌഷാദിക്ക, നദീർ ബ്രോ അല്ലെങ്കിൽ ഗോഡിം ബ്രോ, ആ കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇൻസൈറ്റ് എടുക്കുക. നിങ്ങളുടെ രീതിയിൽ കോൺടെക്സ്റ്റ് മാറ്റിക്കോണം. നിങ്ങൾ മാസ്റ്റർ അക്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഫണ്ടഡ് ആസ് സൂൺ ആസ് പോസിബിൾ ക്രാക്ക് ചെയ്യണം എന്നുള്ള ആൾക്കാർ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തോ. നിങ്ങളുടെ കോൺടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിനേക്കാളും അത്യാവശ്യം ഒരു പ്രോഫിറ്റ് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കോൺടെസ്റ്റിൽ മാറ്റിക്കോണം. ക്ലിയർ? അതായത് ഇപ്പൊ ഒരു ലോസ് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന്, കാരണം Q4 ആണ് മാർക്കറ്റിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പീരീഡ് ആണ്. സെപ്റ്റംബർ, ജൂലൈ അല്ലെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ വരെ നമുക്ക് എയിം ചെയ്യാൻ പറ്റുന്ന ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റ് ചെയ്യുന്ന ഫേസ് ആണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. സോ അവിടെ നമുക്ക് മാക്സിമം നമ്മുടെ റിസൾട്ട് കൊണ്ടുവരണം. നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പൊ ഫണ്ടഡ് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫണ്ടഡ് മാസ്റ്റർ അക്കൗണ്ടിലോട്ട് പോകണം. മാസ്റ്റർ അക്കൗണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പേ ഔട്ട്സ് എടുക്കണം. സോ നമുക്കത് ഇന്ന് തന്നെ സെറ്റ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഒരു ബോധ്യം വന്നു കാണും. ഇപ്പൊ വധൂദ്രോ ആ ഒരു 8% ഡേറ്റ വെച്ചിട്ടൊക്കെ അതിൽ നിന്നൊരു അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു പകുതിക്കുള്ളിൽ എടുത്താൽ പോലും ബ്രോ അത്യാവശ്യം ഒരു 4 to 5% പ്രോഫിറ്റ് ആവാൻ പറ്റുമായിരുന്നു. സോ ബ്രോ ചെയ്ത കാര്യമാണ്. ഡേറ്റ ഇതാണ് പറയുന്നത്, പക്ഷെ നമ്മൾ അത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം. സോ ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാവാൻ വേണ്ടിയിട്ട് ടു ബി ഓണസ്റ്റ് ഞാൻ എന്റെ ഇനിഷ്യൽ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എത്ര പേര് ഇപ്പോൾ ഓർക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ് ആയിരുന്നു ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് വർക്ക് ചെയ്തിട്ടുള്ള, എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള, ആമിഷിന് വർക്ക് ചെയ്തിട്ടുള്ള, ഇവൻ അമൃത തുടക്കത്തിലുള്ള ആ ഒരു എന്റെ കൂടെ 1-on-1 ആയിട്ട് നിന്ന ആൾക്കാർക്കൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫോർമുലയായിരുന്നു ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സ്. പക്ഷെ അത് ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് വർക്ക് ആയിട്ടില്ല. നമ്മുടെ എലൈറ്റിനകത്ത് ആ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സ് ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് വർക്ക് ആയിട്ടില്ല. കുറെ ആൾക്കാർ നെഗറ്റീവ് ലൂപ്പിലോട്ട് പോയി, കുറെ ആൾക്കാർ അവിടെ കുറച്ചാൾ സ്ട്രഗിൾ ചെയ്തു, ചില ആൾക്കാർ അവിടെ നിന്ന് കയറി വന്ന് പാസ് ആയിട്ടുണ്ട്. കൃത്യമായിട്ട് 6 കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ഇപ്പൊ നദീർ ബ്രോ, നൌഷാദിക്ക, ഗോഡിം ബ്രോ, സനീഫ് ബ്രോ അല്ലെങ്കിൽ നമ്മുടെ ഇവൻ അഭിജിത് ബ്രോയ്ക്ക് ആ ഒരു പ്രോസസ്സ് വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. സോ എക്സാക്ട്ലി ജോൺ ബ്രോ, ഫണ്ടഡ് പാസ് ആവണമെങ്കിൽ നമുക്ക് യു ഹാവ് ടു ബി അഗ്രസീവ് വിത്ത് RR. അഗ്രസീവ് ആയിട്ടുണ്ടെങ്കിലേ ഫണ്ടഡ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അഗ്രസീവ് അല്ലാണ്ട് നിൽക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഒരു ലൂപ്പിൽ തന്നെ, നിങ്ങൾക്ക് ഇത് ആ ലൂപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് ചെയ്യുന്ന പോലെയല്ല ഫണ്ടഡ് അക്കൗണ്ട് ചെയ്യേണ്ടത്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ചലഞ്ച് അക്കൗണ്ട്. ചലഞ്ച് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ അക്കൗണ്ട് പോലെ നമ്മൾ ഇങ്ങനെ സേഫായി കൊണ്ടുപോകേണ്ട അക്കൗണ്ടേ അല്ല. ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യുക, എത്രയും പെട്ടെന്ന് അത് ക്രാക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു 1 month എടുക്കാം. 1 month ഒക്കെ ആണ് അതിന്റെ ഒരു ആവറേജ് അല്ലെങ്കിൽ മോസ്റ്റ് എക്സ്റ്റെൻഡഡ് ടൈം പീരീഡ്. നിങ്ങളിപ്പം എനിക്കിപ്പോ ഒരു കൊളാബ് പോലെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഞാനത് അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് 25 days അവർ ഫ്രീ ആയിട്ട് ഒരു അക്കൗണ്ട് തരും എന്നുള്ള കുറച്ച് ബണ്ടിൽ ഓഫ് അക്കൗണ്ട്സ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കിട്ടുവാണെങ്കിൽ എലൈറ്റിന് തന്നെ കൊടുക്കാന്നുള്ള രീതിയിൽ തന്നെ വെച്ചേക്കുന്നതാണ്. 25 days ഒക്കെയാണ്, അതിൽ 30 days ആണ് മാക്സിമം അവര് പറയുന്നത്. അപ്പം അത് മോർ ദാൻ ഇനോഫ് ആണ് ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് പാസ് ആവാൻ. സോ അഗ്രസീവ് ആയിട്ടുള്ള RR എന്ന് പറയുന്നത് ഫണ്ടഡിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് പാസ് ആവാൻ. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വധു ബ്രോ, നമ്മൾ ആ അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നു, നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് പോലെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മൾ ഇങ്ങനെ അത് ട്രേഡ് ചെയ്ത് ഒക്കെ നമ്മുടെ സ്കില്ല് കൂടും. ഒബ്വിയസ്ലി നിങ്ങൾ ആസ് എ ട്രേഡർ നിങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നിങ്ങളുടെ സൈക്കോളജി കാര്യങ്ങൾ. പക്ഷേ വിസിബിൾ ആയിട്ടുള്ള സക്സസ് ആ ലൂപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടത്തില്ല. എന്താ വിസിബിൾ ആയിട്ടുള്ള സക്സസ്? ആഴ്ച പേ ഔട്ട് എടുക്കാൻ പറ്റണം, കൺസിസ്റ്റന്റ് ആയിട്ട് പേ ഔട്ട് എടുക്കാൻ പറ്റണം, ഒരു മാസ്റ്റർ അക്കൗണ്ട് സ്വന്തമായിട്ട് ഓൺ ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ വിസിബിൾ റിസൾട്ട് ആ ലൂപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. പക്ഷെ ഒക്കെ ഇൻവിസിബിൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരും. നമ്മൾ ആസ് എ ട്രേഡർ ഡെവലപ്പോ, നമ്മൾ ആസ് എ പേഴ്സൺ ഒരുപാട് മാറിയിട്ടുണ്ട്. പ്രജോ നമ്മുടെ സൈക്കോളജി ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. നമ്മുടെ അനലിറ്റിക്കൽ സ്കിൽ ഓരോ ദിവസവും നമ്മൾ തേച്ച് മിനിക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം ഇൻവിസിബിൾ ആയിട്ടുള്ളതാണ്. അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള സക്സസും വേണം, റൈറ്റ്? അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്, മുമ്പോട്ട് നയിക്കുന്നത്. സോ ഞാൻ വീണ്ടും കുറച്ച് റിസ്ക് മാനേജ്മെന്റ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് മാസ്റ്റർ അക്കൗണ്ടിലും അല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഞാൻ ഈ സെയിം സാധനം തന്നെയാണ് നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു ട്രേഡില് നിങ്ങൾ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്തോ, ഔട്ട്കംസ് ഓഫ് മൈ ട്രേഡ്. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ട്രേഡിന്റെ ഔട്ട്കം ഇതുവരെ ഈ സെപ്റ്റംബർ മാസത്തിൽ എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് അത് നിങ്ങൾ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ്ഡ്. ഇപ്പൊ ഞാൻ ഇതിനകത്തൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ പ്രജ്വൽ ബ്രോ ഒക്കെ ആണെങ്കിൽ ഔട്ട്കംസ് എന്തൊക്കെയായിരുന്നു ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത്. ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഒരു പ്രോബബിലിറ്റി ഗെയിം ആണ്, റൈറ്റ്? ഇറ്റ്സ് എ പ്രോബബിലിറ്റി ഗെയിം. സോ ആ ഒരു പ്രോബബിലിറ്റിയിൽ പ്രജ്വൽ ബ്രോ ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ എടുത്തപ്പോൾ എന്തൊക്കെ ഔട്ട്കം ആണ് ഒരു ട്രേഡിൽ നിന്ന് വന്നത്? എഴുതിക്കൊണ്ട് പറഞ്ഞോ.
ബാക്കിയുള്ളവർക്കും കൂടെ. ഔട്ട്കംസ് ഫ്രം എ ട്രേഡ്. ബ്രോ ഔട്ട്കംസ് മീൻസ് അതായത് കൂടുതൽ പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണോ? പ്രോഫിറ്റ് ഓർ ലോസ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്രോ, എന്റെ ഒരു ഔട്ട്കം ചോദിക്കുവാണെങ്കിൽ ബ്രേക്ക് ഈവൻ, സ്ലൈറ്റ് ലോസ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ലോസ്, സ്ലൈറ്റ് പ്രോഫിറ്റ്, ഹ്യൂജ് പ്രോഫിറ്റ്, ഇതായിരിക്കും എന്റെ ഒരു റേഷ്യോ. ഞാൻ ഫോളോ ചെയ്യുന്ന സ്റ്റിക്ക് ചെയ്യുന്ന റേഷ്യോ ഇതാണ്. എനിക്കൊരു ബിഗ് ലോസിലോട്ട് പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ 1% ക്യാപിറ്റൽ അത് വെക്കുമായിരിക്കും ഇനിഷ്യലി, പക്ഷെ അത് മോസ്റ്റ് ഓഫ് ദി ട്രേഡ്സിന് അത് ഹിറ്റ് ആവത്തില്ല. അതേപോലെ പ്രജ്വൽ ബ്രോ സെപ്റ്റംബറിൽ ഫിക്സ്ഡ് SL അടിക്കുന്നുണ്ട്, സോ ഹ്യൂജ് ലോസ്. റെഡ്യൂസ് ചെയ്തിട്ടുള്ള SL അടിച്ചിട്ടുണ്ട്, സ്ലൈറ്റ് ലോസ്. ബ്രേക്ക് ഈവൻ ട്രേഡ്സ് വന്നിട്ടുണ്ട്, ബ്രേക്ക് ഈവൻ. ആ രീതിയിൽ ഔട്ട്കംസ്, ബ്രോ എടുത്ത ട്രേഡ്സിന്റെ ഔട്ട്കംസ് എന്തൊക്കെയായിരുന്നു? എന്റേത് 6 ട്രേഡില് വെച്ച റിസ്ക്, ഐ മീൻ വെച്ച ലോസ് തന്നെ ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു അപ്പൊ റിസ്ക് മാനേജ്മെന്റിൽ ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഹ്യൂജ് റിസ്ക്. ആ ഹ്യൂജ് റിസ്ക് കാരണം നമുക്ക് അന്ന് ഇച്ചിരി നെഗറ്റീവിലോട്ട് നമ്മൾ സെക്കൻഡ് അക്കൗണ്ട് പോയിട്ടുണ്ടായിരുന്നു ബ്രോയുടെ RR മാനേജ്മെന്റ് പ്രശ്നം. സോ ഇത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല ബ്രോ, കാരണം നമ്മൾ വിചാരിക്കും നമുക്ക് ഇത് അറിയാലോ. നമ്മൾ വിചാരിക്കും നമുക്ക് ഓക്കെ ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ അത്ര ഫോക്കസ് കൊടുക്കത്തില്ല. പക്ഷെ ഈ ചെറിയ ചെറിയ ഏരിയയിൽ നമ്മൾ ഫോക്കസ് കൊടുത്താൽ ബ്രോ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം വരും. സോ ഫസ്റ്റ് പോയിന്റ് ബ്രോയുടെ ഹ്യൂജ് റിസ്ക് ഔട്ട്കം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഹ്യൂജ് ലോസ്. രണ്ടാമത്തെ പിന്നെ ഔട്ട്കം പ്രോഫിറ്റ് വരുന്ന സമയത്ത് ഫുൾ ആയിട്ട് സ്ക്വീസ് ചെയ്തെടുക്കാനും പറ്റിയിട്ടില്ല. ഐ മീൻ ചെറിയ പ്രോഫിറ്റ് ഒന്ന് ഓക്കെ, ഒരു 2 ട്രേഡ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഒന്ന് ചെറിയ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ സ്ലൈറ്റ് പ്രോഫിറ്റ് ഔട്ട്കം നമ്പർ 2. ഇതേപോലെ ഇത് പ്രജ്വൽ ബ്രോയുടെ ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് പ്രജ്വൽ ബ്രോനെ വിളിച്ചത്. മൂന്നാമത്തെ ഔട്ട്കം എന്തായിരിക്കും ബ്രോ? ബ്രേക്ക് ഈവൻ ട്രേഡ്സ് വന്നിട്ടുണ്ടോ? ബ്രേക്ക് ഈവൻ ഇല്ല. ബ്രേക്ക് ഈവൻ വന്നിട്ടില്ല. സോ ബ്രോയ്ക്ക് ടോട്ടലി സ്ക്യൂസ് ചെയ്തെടുക്കാൻ പറ്റിയ പ്രോഫിറ്റ്സ് ഒരു മോർ ദാൻ 2, അതായത് 2 കൂടുതൽ മിനിമം സ്ക്യൂസ് ചെയ്യാൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പെർസെന്റേജോ? അതായത് ഒരു ട്രേഡില് മിനിമം ഒരു ട്രേഡിൽ 2% കൂടുതൽ സെപ്റ്റംബർ മാസത്തില് 1.5% ആയിട്ടുള്ളൂ. ഓക്കെ ബ്രോ, സോ നമുക്ക് ആ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് അവിടെ മിസ്സിംഗ് ആയിരുന്നു. ഓക്കെ ബ്രോ, പക്ക, വെരി ഗുഡ് വെരി ഗുഡ്. രാഹുൽ ബ്രോ ഹൈ, ഓക്കെ, ബാക്കിയുള്ളവർ ചാറ്റ് ബോക്സിലോട്ട് ഇട്ടോണേ. രാഹുൽ ബ്രോ ഹൈ ലോസ് സ്ലൈറ്റ് പ്രോഫിറ്റ് ആണ് രാഹുൽ ബ്രോയുടെ ഒരു ഔട്ട്കം ഫ്രം എ ട്രേഡ്. പ്രോബബിലിറ്റീസ് അല്ല ഔട്ട്കം, കാരണം കഴിഞ്ഞ കാര്യമാണല്ലോ. വദൂദ് ബ്രോ ഹൈ ലോസ് കോമൺ ആണ്. ജോൺ ബ്രോ റെഡ്യൂസ്ഡ് റിസ്ക് ആണ്, വെരി ഗുഡ് ബ്രോ. ബാക്കി ഗൈസ് നിങ്ങൾ എടുത്തിട്ടുള്ള സെപ്റ്റംബറിലെ ഷരൂൺ ബ്രോ ഹൈ ലോസ് നോർമൽ പ്രോഫിറ്റ്, ആവറേജ് പ്രോഫിറ്റ്. ഓക്കെ. മിലൻ ഹൈ ലോസ്, യെസ് മിലൻ. അഗ്യജിത് ബ്രോ സ്മോൾ റിസ്ക് സ്ലൈറ്റ് പ്രോഫിറ്റ്, രണ്ടും സ്ലൈറ്റ് എന്നുള്ള രീതിയിൽ. ഡെവീന ചേച്ചി വെരി ഗുഡ്. ബ്രേക്ക് ഈവൻ ഹ്യൂജ്, ഓക്കെ, ഹ്യൂജ് റിസ്ക് സ്ലൈറ്റ് പ്രോഫിറ്റ്, നോട്ട് വെരി ഗുഡ്, സോറി. ഞാൻ ആദ്യം വിചാരിച്ചു ഓക്കെ ആണെന്ന്. ഓക്കെ. അൻഷിഫ് ബ്രോ ഹൈ ലോസ് ആവറേജ് പ്രോഫിറ്റ്, മോർ ട്രേഡ്സ് റെഡ്യൂസേഴ്സ്. സോ ഗൈസ് കോമൺ, വധു ബ്രോ, മിഗ്ദ ബ്രോ, കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന എന്താ? ഹൈ ലോസും സ്ലൈറ്റ് പ്രോഫിറ്റും. നമുക്കിത് നേരെ തിരിച്ചാ വേണ്ടത് ഗൈസ്. അതായത് നമുക്കിത് ഒരു സിമ്പിൾ റീസൺ എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലൂപ്പിൽ നിൽക്കുന്നതെന്നുള്ളത്. കാരണം നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് നിങ്ങളെന്നുള്ളതല്ല, നിങ്ങൾ ഏതൊരു ട്രേഡർ ആണെങ്കിലും അവൻ യൂട്യൂബ് കണ്ടു പഠിച്ചോട്ടെ, ലോകത്തെ ഏത് മെന്ററിന്റെ അടുത്ത് പോയി പഠിച്ചോട്ടെ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചോട്ടെ, ഒരു ബേസിക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് പ്രോപ്പർ RR മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അവന് സസ്റ്റെയിൻ ചെയ്തു പോവാം. നിങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഹൈ അനലിറ്റിക്കൽ സ്കില്ലുണ്ട്, അത്യാവശ്യം നല്ല ഫണ്ടമെന്റൽ നോളജ് ഉണ്ട്, നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാം, സൈക്കോളജിയിൽ നിങ്ങൾ ഭയങ്കര ബെറ്റർ ആണ്. കാരണം 90% ട്രേഡേഴ്സിനെക്കാളും ഞാൻ കണ്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരെക്കാളും നിങ്ങൾ നിങ്ങളുടെ റൊട്ടീന് എല്ലാം ഭയങ്കര ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാ. പക്ഷെ ഈ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചെറിയ സാധനം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് എത്രത്തോളം നിങ്ങൾക്ക് ബെറ്റർ ആവാൻ പറ്റും. ഇത് നമ്മുടെ ഒരു ഡേറ്റ, നിങ്ങൾ ഓരോരുത്തരുടെ ഒരു ഡേറ്റ കളക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. ഔട്ട്കം ഫ്രം എ ട്രേഡ് നിങ്ങൾ ഒന്ന് ബെറ്റർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മുന്നേറാൻ പറ്റും എന്നുള്ളത്. ഞാൻ അത് 1-2 പേര് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അവരുടെ ഒരു ഒപ്പീനിയൻ, ഇത് ഈസി അല്ല, ഇത് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ ഈസിയാണ്, പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈക്കോളജി പ്രോപ്പർ ആവുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഈസി അല്ല. 1-2 പേരിൽ ഞാൻ ഇത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി, അവർക്കൊരു ഇത് സാധനം വർക്കായി വരുന്നുണ്ട്. പ്രജ്വൽ ബ്രോയ്ക്ക് അത് സ്ലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് വരുന്നുണ്ട്.
വധൂത് ബ്രോയ്ക്ക് അത് ഒക്ടോബറിൽ അത് ആ ഒരു പ്രോസസ്സ് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഓക്കെ ആയി വരുന്നുണ്ട്. സോ എലൈറ്റ് ക്ലബ് നമ്മുടെ ഒരു ഒക്ടോബർ മാസം, ഇത് ആക്ച്വലി നമ്മൾ ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ഓഫ്ലൈൻ മാസ്റ്റർ മൈൻഡിൽ നമ്മൾ പഠിക്കും. എന്നാലും ഇപ്പൊ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാണ്. നിങ്ങളുടെ ഔട്ട്കം എഴുതിയതിനു ശേഷം ഇനി അങ്ങോട്ട് ഒക്ടോബർ മന്ത് മൈ പ്ലാൻ ഒരു അണ്ടർലൈൻ കൊടുത്തോ. ഒക്ടോബർ മാസം നമ്മൾ എടുക്കുന്ന ട്രേഡ്സിന്റെ നമ്മുടെ പ്ലാൻ ഇതാണ്. എടുക്കുന്ന ട്രേഡ് ഹൈ ക്വാളിറ്റി ട്രേഡ്സ് ആയിരിക്കണം. ഇത് വർക്ക് ആവുന്നത് ഹൈ ക്വാളിറ്റി ട്രേഡ്സിലായിരിക്കും. യൂറോ യു എസ് ഡിയുടെ കാര്യമാണ്, അല്ലെങ്കിൽ ഏത് പേരും ആയിക്കോട്ടെ, എസ്പെഷ്യലി യൂറോ യു എസ് ഡി. നിങ്ങൾ ഗോൾഡിലോ അല്ലെങ്കിൽ GJ-ലോ CHF-ലോ അല്ലെങ്കിൽ ബിറ്റ് കോയിനിലോ സ്റ്റോക്സിലോ ഏതിനകത്താണെങ്കിൽ പോലും എടുക്കുന്ന ട്രേഡ്സ് ഒരു ഹൈ ക്വാളിറ്റി ട്രേഡ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ സെറ്റപ്പിൽ, ഇപ്പൊ റമീസിക്കയുടെ സെറ്റപ്പിൽ, രാഹുൽ ബോയുടെ സെറ്റപ്പിൽ, നൌഷാദിക്കയുടെ സെറ്റപ്പിൽ നിങ്ങളുടെ ഹൈ ക്വാളിറ്റി സെറ്റപ്സ് എടുക്കുക. A++ തന്നെ ഫോക്കസ് ചെയ്യുക, A+ ഫോക്കസ് ചെയ്യുക, പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ട്രേഡ്സ്. പ്രജ്വൽ ബ്രോ, നമ്മുടെ യൂറോ യു എസ് ഡി എന്തുകൊണ്ടാണ് എന്റെ ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഫസ്റ്റ് പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻട്രി പോയിന്റ് പക്കയാണെങ്കിൽ അവിടുന്ന് ഒരു മൊമെന്റ് തരും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എടുത്ത നിങ്ങളുടെ നറേറ്റീവ് കൗണ്ടർ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ പ്രോട്രെൻഡ് ആണെങ്കിലും കൗണ്ടർ ആണെങ്കിലും, ആ ഒരു മൊമെന്റോ അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു കറന്റ് പ്രൈസ് ആക്ഷൻ അനുസരിച്ച് എൻട്രി പോയിന്റ് പക്കയാണെങ്കിൽ മിനിമം 1:1 യൂറോ യു എസ് ഡി തന്നിരിക്കും. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഡേറ്റയാണ്. എൻട്രി പോയിന്റ് പക്കയായിരിക്കണം. സോ ഹൈ ക്വാളിറ്റി ട്രേഡ്സ് മാത്രം ഫോക്കസ് ചെയ്യുക. ഹൈ ക്വാളിറ്റി ട്രേഡ്സ് ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ എടുക്കുന്ന എൻട്രി പോയിന്റിൽ നിന്ന് നിങ്ങൾ സ്വാഭാവികമായിട്ടും SL ടൈറ്റ് ആയിട്ട് വെക്കരുത്. എൻട്രി എടുക്കുന്ന സമയത്ത് സേഫ് ആയിട്ടുള്ള SL വെക്കുക. പ്രജ്വൽ ബ്രോയ്ക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നു, മിസ്റ്റേക്ക് അല്ല, എൻട്രി എടുത്തതിന് ശേഷം ഇത് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു ബ്രീത്തിങ് സ്പേസ് പോലും കിട്ടിയിട്ടില്ല. സോ നിങ്ങൾ എൻട്രി പോയിന്റ് കറക്റ്റ് ആയിട്ട് എടുക്കുക. നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് വേണം. വധൂത് ബ്രോ, നദീർ ബ്രോ ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരുന്നു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് എക്സിക്യൂഷൻ പാർട്ടിൽ. സോ മിലൻ, ഡെവിന ചേച്ചി, അക്ഷയ് ബ്രോ, നിങ്ങൾക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് നിങ്ങൾ തുടക്കം തന്നെ ഡെവലപ്പ് ചെയ്യുക. എനിക്ക് എന്റേതായിട്ടുള്ള, അത് മാറും, ഓരോ സ്റ്റേജസിൽ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ എന്റെ ഒരു എൻട്രി പോയിന്റ് ഞാൻ നോക്കുന്ന ഡിഫറെന്റ് ആണ്. ഒരു പോയിന്റ് അത് ഞാൻ CISD തന്നെയായിരുന്നു എല്ലാ ട്രേഡ്സിലും ലോക്ക് ചെയ്തത്. ഒരു പോയിന്റിൽ അത് MSS എക്സ്റ്റേണൽ പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റേണൽ പോയിന്റ് ആയിരിക്കും. ഒരു പോയിന്റ് ചിലപ്പോൾ അത് ഫെയർ വാല്യൂ ഗ്യാപ്പും OB ആയിരിക്കും. ഇത് ഡിഫർ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾക്കൊരു എൻട്രി പോയിന്റ് വേണം. അത് നിങ്ങൾ റിപ്പറ്റേറ്റീവ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ നമുക്ക് റിസൾട്ട് വരത്തുള്ളൂ. 50% ഓഫ് 50 ആണെങ്കിൽ അത് നിങ്ങൾക്ക് വർക്ക് ആവുന്നത്. അപ്പം ആ ഒരു പോയിന്റ് തന്നെ സ്റ്റിക്ക് ചെയ്യുക. ചില ആൾക്കാർ ഗ്യാൻ ബോക്സ് വെച്ച് നോക്കുന്നതായിരിക്കാം, വാട്ട് എവർ. ഓക്കെ, ഫിക്സ്ഡ് എൻട്രി പോയിന്റ് വേണം. എൻട്രി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ SL എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും അവിടെ നിങ്ങൾ ഗ്രീഡ് ആവരുത്. ആ ഗ്രീഡ് വരുന്ന സമയത്താണ് നമ്മൾ, അതായത് പ്രജുള്ള ഗ്രീഡ് വരുന്ന സമയത്ത് എന്താ, ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള SL വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റിവാർഡ് അത്രയും കിട്ടത്തില്ലായിരിക്കും. ചിലപ്പോൾ 1:1 കിട്ടത്തുള്ളായിരിക്കും, ചിലപ്പോൾ 1:2 കിട്ടത്തുള്ളായിരിക്കും. എന്നാൽ ഒന്ന് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ അഭിജിത്ത് ബ്രോ നമ്മൾ വിചാരിക്കും 1:4, 1:5. അപ്പം മനുഷ്യനാണ്. അതായത് പ്രജ്വൽ ബ്രോ എൻട്രി എടുക്കുന്ന സമയത്ത് ഏറ്റവും സേഫ് SL വെച്ചാൽ 1:2 കിട്ടത്തുള്ളൂ. ഒന്ന് അഗ്രസീവ് ആക്കി കഴിഞ്ഞാൽ 1:4 കിട്ടും. നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ റെഡ്യൂസ് ചെയ്യാൻ നോക്കും. റിസ്ക് SL അടിക്കും, ടാർഗറ്റ് അടിക്കും. ഇതാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് സംഭവിക്കുന്നത്. സോ നിങ്ങൾ എന്തായാലും എൻട്രി എടുക്കുന്ന സമയത്ത് SL സേഫ് ആയിട്ട് വെക്കുക, എൻട്രി എടുക്കുക. അതിനുശേഷമാണ് ശരിക്കുള്ള ഗെയിം ആരംഭിക്കുന്നത്. പ്രൈസ് ആണെങ്കിൽ ഞാനത് ചാർട്ടിൽ പോയിട്ട് ഒന്ന് കാണിച്ചു തരാം. പ്രൈസ് ആണെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നൊന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ റിസ്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. ഞാൻ ചാർട്ടിൽ പോയിട്ട് വ്യക്തമായിട്ട് കാണിച്ചു തരാം. റിസ്ക് റെഡ്യൂസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 1:1 ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ബ്രേക്ക് ഈവൻ പ്ലസ് അതായത് സ്ലൈറ്റ് പ്രോഫിറ്റ്, കമ്മീഷൻ, ബ്രേക്ക് ഈവൻ പ്ലസ് കമ്മീഷൻ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റണം. മാർക്കറ്റ് തിരിച്ചു വരുവാണെങ്കിലും റമീസിക്ക നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ടഡ് ആണ്. നമ്മുടെ SL അവിടെ ആവുന്നില്ല. SL ആവുന്നില്ലാത്ത സമയത്ത് എന്താ സംഭവിക്കുന്നത്? റമീസിക്ക നെഗറ്റീവ്, ആ പണ്ടത്തെ ആ നെഗറ്റീവ് ലൂപ്പിലോട്ട് പോകുന്നില്ല. അവിടെ തന്നെ നമുക്ക് ഓക്കെയാണ്. ചില സിറ്റുവേഷൻ ഇത് ഈസി അല്ല. എങ്ങാനും ബ്രേക്ക് ഈവൻ ആയിട്ട് ടാർഗറ്റ് അടിച്ചാൽ റിഗ്രറ്റ് വരും, പല കാര്യങ്ങൾ വരും. പക്ഷേ ഞാൻ എന്റെ ഒരു ഡേറ്റ വെച്ചിട്ട് ഞാൻ പറയാണ്, മെജോറിറ്റി ഓഫ് ദ ടൈം ഇത് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് SL അടിക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. ചില സിറ്റുവേഷനിൽ അത് ടാർഗറ്റ് അടിക്കാം. എങ്കിലും റമീസിക്ക നമുക്ക് വി ഡോണ്ട് വാണ്ട് ടു ബി എ ലൂസർ. നമുക്ക് പൈസ നഷ്ടപ്പെടുത്താൻ ആർക്കും ഇഷ്ടമല്ല. നമ്മൾ മാസ്റ്റർ അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും ലോസ് ഇല്ലാണ്ട് 1% ആണെങ്കിൽ പോലും ആ പ്രോഫിറ്റ് എടുക്കുക. ഗോഡിം ബ്രോ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തതാണ്. ഗോഡിം ബ്രോ ഈ പറയുന്ന പോലെ വലിയ പ്രോഫിറ്റിന്റെ പുറകിന് പോയി, അല്ലെങ്കിൽ വലിയ SL പാസ് ആവാൻ പേ ഔട്ട് എടുക്കാൻ താമസിച്ചു പോയി. പക്ഷെ ഈ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവന്നപ്പോഴത്തേന് പേ ഔട്ട് എടുക്കാൻ പറ്റി. അടുത്ത പേ ഔട്ട് എടുക്കും,
ഉടനെ തന്നെ. സോ ആ രീതിയിൽ നമുക്ക് ഇനി വരുന്ന ഒരു ഔട്ട്കം നമ്മൾ എയിം ചെയ്യേണ്ടത് എഴുതിക്കോ, സ്ലൈറ്റ് ലോസ് നമ്മൾ എയിം ചെയ്യേണ്ട ഒരു ഗോളാണ് സ്ലൈറ്റ് അല്ലെങ്കിൽ സ്മോൾ ലോസ് വരും, പക്ഷെ സ്ലൈറ്റ് ആയിരിക്കും. എത്രത്തോളം റെഡ്യൂസ് ചെയ്യാൻ പറ്റും അത്രത്തോളം റെഡ്യൂസ് ചെയ്യണം. അതായത് എൻട്രി എടുക്കുമ്പോൾ റെഡ്യൂസ് ചെയ്യാനല്ല പറഞ്ഞത്, എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം. നന്ദു ബ്രോ ഒരു ഡൗട്ട് ചോദിച്ചാൽ 1:1 ആയി കഴിഞ്ഞിട്ടല്ലേ നമ്മള് SL മാറ്റുന്നതൊക്കെ? അത് നമുക്ക് ടെക്നിക്കൽ ചാർട്ടിലോട്ട് പോയിട്ട് ബ്രോ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല, അത് നമുക്ക് മാസ്റ്റർ മൈൻഡിൽ പറയാൻ വെച്ചേക്കുവാണ്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. യെസ്, മാസ്റ്റർ മൈൻഡ് കഴിഞ്ഞിട്ട് ഒരു ഇവന്റ് വെക്കണ്ടേ? മാസ്റ്റർ മൈൻഡ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മാസ്റ്റർ മൈൻഡിന്റെ ഒരു കാസറ്റ് ഇറക്കുന്നുണ്ട്. കാസറ്റിന് ആ CCTV വെച്ചിട്ട് അവരുടെ കുരുത്തക്കേടുകളൊക്കെ ഒന്ന് കാണിച്ചിരുന്നേ. ഓക്കെ, എഴുതി രണ്ടു കഴിഞ്ഞു. മൂന്ന് പോലീസുകാരൊക്കെ നിർത്തുന്നത് നല്ലതാ. നദീർ ബ്രോ ഷേസ്ക്കൊക്കെ വരുന്നെന്ന് പറഞ്ഞേ. ഞാനത് ആലോചിച്ചു, രണ്ട് ബോഡി ഗാർഡ്സിനെ എല്ലാം കൊണ്ടുവരണമെന്ന്. ബോഡി ഗാർഡ്സ് അല്ല, ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഗാർഡ്സിനെ. ഓക്കെ ആമിഷ ആൾക്കാരായിട്ട് വരുന്നെന്ന് പറഞ്ഞേ. ഓക്കെ, സ്മോൾ ലോസ്. ഒന്നാമത്തെ ഔട്ട്കം സ്മോൾ ലോസ്. രണ്ടാമത്തെ ഔട്ട്കം ബ്രേക്ക് ഈവൻ ട്രേഡ്സ് വേണം നമുക്ക്. നമ്മുടെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ റിസ്ക് ഫ്രീ ആയിട്ട് ആ ട്രേഡ് റൺ ആവട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിലോട്ട് നമുക്ക് വരാൻ പറ്റണം. അത് ചിലപ്പോൾ നമ്മുടെ റിവാർഡിനെ ചിലപ്പോൾ കൂട്ടും. ചിലപ്പോൾ നമുക്ക് 1:4 1:5 ഒക്കെ നമുക്ക് ചിലപ്പം എയിം ചെയ്യാൻ പറ്റും. സോ ഒരു ട്രേഡ് ബ്രേക്ക് ചെയ്യുവാനാണെങ്കിൽ പ്രജ്വൽ ബ്രോ ടെൻഷൻ ഒഴിവാവും. ബ്രോ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ബ്രോയ്ക്ക് ആ പൊസിഷൻ നോക്കിയിരിക്കാൻ പറ്റും. സീരിയസ്ലി നോക്കിയിരിക്കാൻ പറ്റും. സോ അതിപ്പോ ഇല്ലാന്നുണ്ട്. അതായത് ഒരു ട്രേഡ് എടുത്തു വധൂത് ബ്രോ ആണെങ്കിൽ 1:2 ടാർഗറ്റ് ചെയ്തു, 1:1.5 വരെ പോയി. അതായത് ബ്രോഡ് അക്കൗണ്ട് ഏകദേശം $150 പ്രോഫിറ്റ് കണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നപ്പം $50 ലോസ്. ബ്രോയുടെ സൈക്കോളജി, മനുഷ്യന്മാരാണ്, ഉറപ്പായിട്ടും അവിടെ നമ്മൾ എത്ര മോട്ടിവേറ്റഡ് ആണ്, എത്ര ഡിസിപ്ലിൻഡ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ ഡൗൺ ആവും. സോ പക്ഷെ അവിടെ നേരെ മറിച്ച് 150 വരെ പ്രോഫിറ്റ് പോയി. ഒന്നെങ്കിൽ നമ്മൾ 1:1 നമ്മൾ SL ചിലപ്പോൾ കയറ്റി വെക്കുമായിരിക്കും, സ്ലൈറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇല്ലെങ്കിൽ ഓക്കെ ബ്രേക്ക് ഈവൻ ആയി, പോട്ടെ ബ്രേക്ക് ഈവൻ എങ്കിലും ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ആ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഇൻ കേസ് ഇത് ബ്രേക്ക് ഈവൻ ആയിട്ട് ടാർഗറ്റ് അടിക്കാം ചില സമയത്ത്, അവിടെ നമ്മൾ ലോക്ക് ആയിരിക്കണം. കുഴപ്പമില്ല, ഇത് തിരിച്ചു പോയി SL അടിക്കുന്നതിനേക്കാളും എനിക്ക് ഓക്കെയാണ് പ്രോഫിറ്റ് ആവുന്നത്. അത് ഈസി അല്ല, പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ട. എനിക്ക് തോന്നുന്നത് വധൂത് ബ്രോയും പ്രജ്വൽ ബ്രോയ്ക്ക് അത്യാവശ്യം ഓക്കെ ആയി വന്നിട്ടുണ്ട്. സോ എല്ലാവരും അത് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതാണ്. സോ ഒന്നാമത്തെ ഔട്ട്കം സ്ലൈറ്റ് ലോസ് അല്ലെങ്കിൽ സ്മോൾ ലോസ്. 2 ബ്രേക്ക് ഈവൻ. 3 സ്ലൈറ്റ് പ്രോഫിറ്റ്സ്. നമുക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റ്സ് ആണെങ്കിലും ബുക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഈ SL ട്രയൽ ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് 1% ചിലപ്പം ഹിറ്റ് ആവുമായിരിക്കും, ചിലപ്പോൾ 0.5% പ്രോഫിറ്റ് നമുക്ക് ഹിറ്റ് ആവുമായിരിക്കും. ഒരു പ്രശ്നമില്ല. രാഹുൽ ബ്രോ അത് അക്യുമുലേറ്റ് ചെയ്ത് നമുക്ക് അതൊരു പേ ഔട്ട് എടുക്കാനുള്ള രീതിയിലോട്ട് വരും. ഈ ചെറിയ ചെറിയ സ്ലൈറ്റ് പ്രോഫിറ്റുകൾ ചിലപ്പോൾ 1, 2, 3 വട്ടം സംഭവിക്കുമായിരിക്കും. ആ 3 വട്ടം സംഭവിക്കുമ്പോൾ ചിലപ്പോൾ അതൊരു 1% അല്ലെങ്കിൽ 2% പ്രോഫിറ്റിലോട്ട് അക്യുമുലേറ്റ് ചെയ്യും. പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് ഒക്കെ കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ ഇത് വർക്ക് ആവുന്ന സാധനമാണ്. പവർ ഓഫ് കോമ്പൗണ്ടിങ് ചെറിയ ഇപ്പൊ നമ്മുടെ ലൈഫ് അങ്ങനെ, ഇപ്പൊ നിങ്ങൾ ആസ് എ ട്രേഡർ നിങ്ങൾ ഇത്രത്തോളം നിങ്ങളുടെ റൊട്ടീൻസ് ഒക്കെ ഡെവലപ്പ് ആയത് അങ്ങനെയാണ്. നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ നിങ്ങളായത്. നിങ്ങളുടെ റൊട്ടീൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇത്രത്തോളം ചേഞ്ച് ആയി 1 ഇയറിൽ. എങ്ങനെയാ? ഓരോ ദിവസം ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. സോ ആ പവർ ഓഫ് കോമ്പൗണ്ടിങ് അവിടെ വർക്ക് ആവും. സ്ലൈറ്റ് പ്രോഫിറ്റുകൾ. ഈ സ്ലൈറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ മിലൻ ഉണ്ടോ? മിലൻ ഈ സ്ലൈറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി പച്ച കാണുമ്പോഴത്തേന് മനസ്സ് തോന്നി ക്ലോസ് ചെയ്യുന്നതല്ല. മാർക്കറ്റ് പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ റിസ്ക് റെഡ്യൂസ് ചെയ്ത് ഏതെങ്കിലും പോയിന്റ് മാർക്കറ്റ് തിരിച്ചു കയറിയാലും അവിടെ മാർക്കറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്, നമ്മളായിട്ട് എക്സിറ്റ് ചെയ്യുന്നതല്ല. ഓക്കെ ഫൈൻ, പെർഫെക്റ്റ്. 3 ഹ്യൂജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബിഗ് പ്രോഫിറ്റ്. 4 ഹ്യൂജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബിഗ് പ്രോഫിറ്റ്. നല്ല പ്രോഫിറ്റ്, ഒരു 2%, 3%, 4%. ട്രയൽ ചെയ്ത് പോകാൻ പറ്റുന്നത് അങ്ങനെ പോട്ടെ, അത് നമുക്ക് പറ്റണം. ഒരു 2% കൂടുതലുള്ളതൊക്കെ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കാറ്റഗറി തന്നെ വിളിക്കാം. 2% ലോക്ക് ചെയ്തിറങ്ങിയ പെർഫെക്റ്റ് ഹ്യൂജ് പ്രോഫിറ്റ് ആണ്. 3% ആണെങ്കിൽ
എക്സലന്റ്. 4% ഒക്കെ ആണെങ്കിൽ മതി, നമുക്ക് ആ ഒരു ട്രേഡ് മതി, നമുക്ക് ആ ഒരു വീക്ക് ഓടാൻ തന്നെ, അല്ലെങ്കിൽ ആ ഒരു മന്ത് തന്നെ. ഇപ്പൊ നമ്മൾ മന്ത് എടുക്കുമ്പോൾ ഇപ്പോ നമുക്ക് ഒരു ആവറേജ് ഒക്കെ 2 to 4% പ്രോഫിറ്റ് ആണെങ്കിൽ ഒറ്റ ട്രേഡിൽ അത് കിട്ടുവാണെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ആണ്. ഫണ്ട് അക്കൗണ്ട് ഒക്കെ ചിലപ്പോൾ ക്രാക്ക് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു ഒറ്റ ട്രേഡ് മതിയായിരിക്കും അതൊന്ന് ക്രാക്ക് ചെയ്ത് പോവാൻ. സോ 4-മത്തെയാണ് ഹ്യൂജ് പ്രോഫിറ്റ്. 2%-ന് മുകളിലുള്ള എല്ലാം ഹ്യൂജ് പ്രോഫിറ്റ് ആയിരിക്കും. 2% താഴെയൊക്കെ ഉള്ളത് സ്ലൈറ്റ് പ്രോഫിറ്റ് ആയിരിക്കും. ബട്ട് അതും നമുക്ക് വേണം. ഒരു മെജോറിറ്റി ഓഫ് ദ ടൈം, അതായത് ഒരു എൻട്രി എടുത്ത് അറ്റ്ലീസ്റ്റ് ആ എൻട്രി പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഒരു മൊമെന്റം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഹ്യൂജ് ലോസ് വരത്തില്ല. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു, ഇത് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ, ഫണ്ടഡിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ ഞാൻ ഈ പറയുന്ന സാധനം അതേപോലെ തന്നെ എടുത്തോണം. കാരണം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി നിങ്ങൾ അവിടെ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള സമയവും നമുക്കില്ല. അപ്പൊ ഇത് ഇതേപോലെ എടുത്ത് സാധനം വർക്ക് ആവും. ഫണ്ടഡ് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ ഇത് മാറ്റിക്കോ, ഒരു കുഴപ്പമില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഒറ്റയടിക്ക് ഇത് വർക്ക്ഔട്ട് ആ സൈക്കോളജിയിലോട്ട് നിങ്ങൾ അഡാപ്റ്റ് ആവണം. കാരണം ഇത്രയും നാളെ നിങ്ങൾ 1:2 or നത്തിങ് എന്ന് നിന്നിട്ട് പെട്ടെന്ന് ഇത് സ്വിച്ച് ആകുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരും. സോ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ ഇതേപോലെ എടുത്തോ, ഒരു മാറ്റവും വരുത്തണ്ട. ഈ 4 ഔട്ട്കം മാത്രമേ നിങ്ങൾക്ക് വരാൻ പാടുള്ളൂ. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ മാറ്റിക്കോ, പ്രശ്നമില്ല. മാസ്റ്റർ അക്കൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ അവരുടെ രീതിയിലും മാറ്റണം. ഡിഫറെന്റ് ആണ്, ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങളിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ക്ലിയർ ആണോ? നമ്മുടെ ഒരു ഒക്ടോബറിൽ റിസ്ക് മാനേജ്മെന്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു എഡ്ജ് എടുക്കാം എന്നുള്ളത്. യെസ് ബ്രോ. ഡൗട്ട് അല്ല, ഒരു കാര്യം ചോദിക്കാനുള്ളത്. അപ്പൊ ഇനി തൊട്ട് ലൈക്ക് 1% വെച്ചിട്ടാണോ നമ്മൾ റിസ്ക് വെക്കേണ്ടത്? അത് നിങ്ങളുടെ അക്കൗണ്ടിന്റെ ഒരു ഇതനുസരിച്ച്. അതിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പം ബ്രോ ഒരു ലോസ് നിൽക്കുവാണെങ്കിൽ ഒരു 5% താഴെയാണെങ്കിൽ 0.5 വെച്ചിട്ട് ചെയ്താൽ മതി. 1% നമ്മൾ റിസ്ക് ചെയ്യരുത്. ഒരു 0ക്കും -5നും ഇടയിലാണെങ്കിൽ 1% റിസ്ക് ചെയ്യുക, 2% മിനിമം ടാർഗറ്റ് ചെയ്യുക. ബാക്കി ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ബ്രോയ്ക്ക് വർക്ക്ഔട്ട് ചെയ്യാം. പക്ഷെ 1% നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് 1% റിസ്ക് ആയിരിക്കും. പക്ഷെ as soon as possible ആ 1% നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റണം. അതേപോലെ രാഹുൽ ബ്രോ ഒരു 4% പ്രോഫിറ്റ് നിൽക്കുക. അവിടാണ് അഗ്രസീവ് ആവാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. നിങ്ങളുടെ കോണ്ടെക്സ്റ്റ് മാറ്റിക്കോ. ഞാനായിരുന്നെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. ഞാൻ 2% റിസ്ക് ചെയ്യും ട്രേഡിൽ. എനിക്കറിയാം, പക്ഷെ ഇതിനകത്തൊക്കെ പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾ അത് നോട്ട് ചെയ്യണം. എനിക്കറിയാം ഞാൻ എടുക്കുന്ന ഒരു മോർ ദാൻ ഒരു 80% ഓഫ് ദ ട്രേഡും എന്റെ 90% ഓഫ് ദ ട്രേഡും എന്റെ എൻട്രി പോയിന്റ് പക്കയായിരിക്കും. എടുക്കുന്നുണ്ടെങ്കിൽ എൻട്രി പോയിന്റ് അല്ലെങ്കിൽ നറേറ്റീവ് പക്കയായിരിക്കും. ഹൈ ക്വാളിറ്റി തന്നെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ആ എടുക്കുന്ന പോയിന്റിൽ നിന്ന് എന്തായാലും ഒരു മൊമെന്റം കിട്ടുന്ന ട്രേഡ്സ് ആയിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഉറപ്പുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2% റിസ്ക് ചെയ്യാം. എന്നിട്ട് as soon as possible ആ 2% റെഡ്യൂസ് ചെയ്ത് 1% എങ്കിലും ആക്കുക മിനിമം. as soon as possible അത് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഈവൻ ആക്കുക. മനസ്സിലായി. അപ്പൊ TP ആവുമ്പോ കൊള്ളാം. TP 1% ആണെങ്കിൽ യു വിൽ ബി 2% ലോക്ക്. നോർമലി 2% ആവുമല്ലോ. അതെ, അതായത് 1:1. ഐ മീൻ അവിടുന്ന് ഒരു 1% താഴെ പോവുകയാണെങ്കിൽ നമുക്ക് 2% അപ്പായി. അത് ലോക്ക് ചെയ്തോണം. എന്നിട്ട് സെക്കൻഡ് ടാർഗറ്റ് നിങ്ങൾ എന്റെ ചാർട്ട് ശ്രദ്ധിച്ചാൽ ഞാൻ ടാർഗറ്റ് 1, ടാർഗറ്റ് 2 എന്നൊക്കെ മാർക്ക് ചെയ്യുന്ന കാണാം. ആ ടാർഗറ്റ് 1 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ 2% ആയിരിക്കും. അടുത്തെന്ന് പറയുമ്പോൾ അത് അവിടുന്ന് 1:2 പോകുന്ന സമയത്ത് മേ ബി 4%, ചിലപ്പോൾ 2% കിട്ടത്തുള്ളായിരിക്കും, ചിലപ്പോൾ ബ്രേക്ക് ഈവനെ കിട്ടത്തുള്ളായിരിക്കും. കുഴപ്പമില്ല. ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരു 2 ആഴ്ച ഇത് ഒരിക്കലെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും, വർക്ക്ഔട്ട് ആവും. ആ വർക്ക്ഔട്ട് ആവുന്ന രീതി ഉണ്ടെങ്കിൽ ഇപ്പം 4% നിൽക്കുന്ന രാഹുൽ ബ്രോ into 4 8% അക്കൗണ്ട് പാസ്സാവും പെട്ടെന്ന്. അടുത്ത ആഴ്ച ഞാൻ പാസ്സായി കിട്ടും. സോ ഇതെല്ലാം കേട്ട് പോയിട്ട് കാര്യമില്ല. ഇത് പ്രവൃത്തിയിൽ ആക്ഷൻ, വേർഡ്സ് അല്ല, ആക്ഷനിൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങൾ അവിടാണ് ചലഞ്ച് വരുന്നത്. ഇപ്പൊ നിങ്ങൾ നല്ല മൂഡായിട്ട് നല്ല മോട്ടിവേഷൻ ആയിട്ട് പോകും. ഇത് ഫസ്റ്റ് ട്രേഡ് നമ്മുടെ പെട്ടെന്ന് പറയാൻ പറ്റിയ ഇപ്പൊ നമ്മുടെ അക്ഷയ് ബ്രോ ഇല്ല പ്രഞ്ജൽ ബ്രോ ഇതിൽ നന്നായി ബെറ്ററായി. എനിക്ക് ആ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച കണ്ടു തുടങ്ങി, അതുകൊണ്ട് ഞാൻ പ്രഞ്ജൽ ബ്രോയോട് പറയുന്നില്ല. ഞാൻ ജസ്റ്റ് റാൻഡംലി പറയാം. അക്ഷയ് ബ്രോ ഇതെല്ലാം കേട്ട് നല്ല മൂഡായി, നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് പോയി. ക്ലിയർ, ഞാൻ ഒറ്റ വീക്ക് ക്ലിയർ ചെയ്തൊക്കെ പറഞ്ഞു പോകും. ഫസ്റ്റ് ട്രേഡ് ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ഈവൻ ആയിട്ട് ടാർഗറ്റ് ആയി. അവിടെ തന്നെ ഇല്ല ബ്രോ എനിക്കിത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തും. ഗൈസ്, നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും ഇത് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 weeks എങ്കിലും നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ മിനിമം, അല്ലെങ്കിൽ ഒരു 1 month ഇത് എക്സ്പെരിമെന്റ് ചെയ്യുക. 30 days
ആ 30 ഡേയ്സിനെ ഡേറ്റ കളക്ട് ചെയ്യുക. ആ ഡേറ്റ നിങ്ങളുടെ അടുത്ത് പറയുക നിങ്ങൾക്ക് ഇത് വർക്ക്ഔട്ട് ആവുന്നില്ല, അവിടെ നിർത്തിക്കോണം. പിന്നെ നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ടുള്ള SL വെച്ച് തന്നെ ചെയ്തോണം. നന്ദു ബ്രോ, അല്ല എനിക്ക് തോന്നുന്നു നല്ല ട്രേഡ്സിന്റെ എണ്ണം പറയുന്നതെന്ന് തോന്നുന്നു ബെറ്റർ. കാര്യം ഒരു ഞങ്ങളെപ്പോൾ ട്രേഡ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഇതിലൊക്കെ ഇതാക്കി പോകത്തില്ല, അതാണ്. മിനിമം ഒരു മധു ബ്രോ 10 നമുക്കിതിന് സംസാരിക്കാം, നമുക്ക് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മിനിമം ഒരു 10 ട്രേഡ്, മിനിമം ഒരു 10 ട്രേഡ് എങ്കിലും, മിനിമം ഒരു 10 to 15, ഓക്കെ, ഒരു 15 ട്രേഡ് നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യുക. 15 ട്രേഡ് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ മിണ്ടാവുള്ളൂ ഇത് എനിക്ക് വർക്ക് ആവുന്നോ വർക്ക് ആവുന്നില്ലയോ എന്ന്. ആദ്യത്തെ ട്രേഡ് അഭിജിത് ബ്രോയ്ക്ക് 4% അല്ലെങ്കിൽ 2% ബുക്ക് ചെയ്യാൻ പറ്റി. മിണ്ടരുത് ഇതെനിക്ക് വർക്ക് ആവുന്നത്. 15 ട്രേഡ് പോവുക. ആ 15 ട്രേഡിൽ നിങ്ങൾ ഹാപ്പി ആണോ? ഹാപ്പി ആണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തോണം. ലൈഫ് നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ ഏറ്റവും ഒരു ബ്രോ വഴിത്തിരിവായിരിക്കും. 15 ട്രേഡ് എന്ന് പറയുമ്പോ ഒരു കൊല്ലം, നിങ്ങൾ ഒരു നിങ്ങളൊരു കൊല്ലത്തിൽ 2 കൊല്ലം ഒന്നൊന്നര കൊല്ലത്തെ കാര്യമാണ് പറഞ്ഞത്. 1.5 കൊല്ലം ആകുമ്പത്തേന് അവരിത് കംപ്ലീറ്റ് ചെയ്യും. നമുക്കൊക്കെ ഒരു മാസം മതി അല്ലേ? ഇപ്പോഴത്തെ പണ്ടത്തെ റമീസൊക്കെ ആയിരുന്നെങ്കിൽ റമീസിക്ക ഇന്ന് മോട്ടിവേഷൻ ആയിട്ട് പോണത്. റമീസിക്ക അടുത്തന്നെ പകുതി ബുധനാഴ്ച കംപ്ലീറ്റ് എത്ര. അല്ല, ഞാനൊരു കാര്യം പറയാം. ഞാൻ ഓൾറെഡി ഈ നന്ദു ബ്രോ ഞാൻ പറയാം, ഓൾറെഡി ഈ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ഈ സാധനം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇത്രയും വരാൻ കാരണം. എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ റമീസിക്ക? എക്സ്പീരിയൻസ് ഞാനിപ്പോ നന്ദു ബ്രോ പറഞ്ഞ ഈ മെയിൻ സാധനങ്ങൾ ചെയ്യുക. കാരണം ഒരു 1% അപ്പൊ ഒന്ന് കൺവിക്ഷൻ ഉള്ള ട്രേഡ് മാത്രം എടുക്കാറുള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. അത് 1:1 എങ്കിലും പോകുന്നു. 1:1 ആയിക്കഴിഞ്ഞാൽ ഉടനടി ഞാൻ കമ്മീഷൻ പ്ലസ് സ്ലൈറ്റ് പ്രോഫിറ്റിലേക്ക് ഞാൻ എന്ത് ചെയ്യും, എന്റെ SL ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ 5 ട്രേഡ് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ വിത്ത് സ്ലൈറ്റ് പ്രോഫിറ്റ് ആണ് ഈ 14 ട്രേഡ് വന്നിട്ടുള്ളത്. വെരി ഗുഡ്. അത് ഞാൻ SL ചേഞ്ച് ചെയ്ത് വെക്കുകയായിരുന്നെങ്കിൽ 5 ടോട്ടൽ 9 ലോസ് എനിക്ക് വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ 4 ട്രേഡ് ലോസ് ആയല്ലോ, അത് പക്ക എന്താ പറയാ ഇമോഷൻ കയറി കച്ചറ ട്രേഡ് എടുത്തത്. ഇമോഷൻ കയറി കച്ചറ ട്രേഡ് എടുത്തത് മാത്രം. അത് ഞാനത് ഒന്ന് ലോക്ക് ചെയ്തിരുന്നെങ്കിൽ സത്യം പറയാന്നുണ്ടെങ്കിൽ ആ 4 ലോസ് വരുന്നില്ല. പെർസെന്റേജ് വൈസ് കുറച്ചുകൂടെ മുകളിലോട്ടായാലും കുഴപ്പമില്ല. ലൈക്ക് നമ്മള് ഇത് റമീസിക്കാണെങ്കിലും ഉറപ്പാണ്, എനിക്ക് പണ്ട് റമീസിക്കാണെങ്കിലും നമ്മൾ ഫിക്സ് ആ മൈൻഡ് സെറ്റിൽ നിന്ന് ഇത് അഡാപ്റ്റ് ആവാന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കുകയാണ്. ബ്രേക്ക് ഈവൻ ആയിട്ട് ടാർഗറ്റ് പോകുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ്, ആ ഒരു സൈക്കോളജിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നത്? കാരണം അതാണ് ഇവര്, ഇത് പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാർ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നതാണ്. എങ്ങാണ് ഇത് ബ്രേക്ക് ഈവൻ ആയിട്ട് അല്ലെങ്കിൽ സ്ലൈറ്റ് പ്രോഫിറ്റ് ആയിട്ട് അവരുടെ ഫുൾ പ്രോഫിറ്റ് ആകുമ്പോൾ അവരുടെ മൈൻഡ് അയ്യോ ഇത് വർക്ക് ആവുന്നില്ല, ഞാൻ ഇനി ബാക്ക് ടു, അതിനെങ്ങനെ റമീസ് ബ്രോ ടാക്കിൾ ചെയ്യുന്നത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ? ബ്രേക്ക് ഈവൻ ആയിട്ട് ടാർഗറ്റ് പോകുന്ന ഒരു സംഭവം വളരെ റയറാണ്. അതെ, നമ്മള് പിന്നെ ആ ബ്രേക്ക് ഈവൻ ആയിട്ട് ചിലപ്പോ ഒരു $10 അല്ലെങ്കിൽ ഒരു $5 ഒക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ അവിടുന്ന് പിന്നെ മുകളിലോട്ട് പോകുന്ന പറയുന്നത് എന്റെ ഒരു കേസിൽ വളരെ കുറവാണ്. പിന്നെ താഴോട്ട് SL ആണത് ഉറപ്പാണ്. പക്ഷെ അതെ, പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ 1:1 എത്തുമ്പോൾ തോന്നും ഇത് ഇനി താഴോട്ട് വന്നിട്ട് ഇനി മുകളിലോട്ട് പോകാൻ ചാൻസ് ഇല്ല. ഈ 1:1 ഗ്രാബ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ അവിടെ 1:1 എടുക്കും. ഈ കഴിഞ്ഞ ട്രേഡിലും 1:1 എടുത്തിട്ട് ഒരു 2-3 ട്രേഡ് 1:1, 2 ട്രേഡ് കംപ്ലീറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുമോ അതോ പാർഷ്യൽസ് ബുക്ക് ചെയ്യുമോ? അല്ല, കംപ്ലീറ്റ് ബുക്ക് ചെയ്ത് 1:1 കംപ്ലീറ്റ് ബുക്ക് ചെയ്ത്. കാരണം എനിക്ക് ഇമോഷൻ കയറി. കാരണം ഇത് പോകാൻ ചാൻസ് കുറവാണ്. ഇങ്ങനെ ഇത് മിലം പറഞ്ഞ സാധനമാണല്ലോ, അത് തോന്നരുത്. അല്ല, അത് വന്ന് ഞാനത് പിന്നെ മുകളിലോട്ട് പോയി താഴേക്ക് വന്നു. ഒരു 0.5 താഴേക്ക് വന്നു, പിന്നെ മുകളിലോട്ട് തന്നെ പോയി. പക്ഷെ എന്നാലും ഓക്കെ, ബെറ്റർ ആണ്, കുഴപ്പമില്ല. നമുക്ക് ഓരോന്ന് പഠിക്കുക, ലേൺ ചെയ്തതിന് ഒരു എന്നാലും ഓക്കെ ഓവറോൾ നോക്കുമ്പോ. ഞാൻ ജസ്റ്റ് ചാർട്ടിലോട്ട് ബ്രേക്ക് ചെയ്യാൻ അതിനെ കുറിച്ച് ലോസ് ആവുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ. കാര്യം കുറെ തവണ ലോസ് ആയത്. ഇപ്പൊ എന്റെ ബ്രിഡ്ജ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറെ ഫണ്ട് ഇപ്പം ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രിഡ്ജ് തന്നെ 2 ഫണ്ട് ആയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കൂടുതൽ ആ ഒരു ലൂസിങ് 3 ബ്രിഡ്ജ് റെക്കോർഡ് ആക്കിയിട്ടുണ്ട് 3. അപ്പം ഈ ലൂസിങ് സ്ട്രീക്കിൽ നിന്ന് കയറി വരാൻ തന്നെ ഭയങ്കര പാടാ. അപ്പം നമ്മൾ പിന്നെയും ആ ലോസ് തന്നെയാണ് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡൗൺ ആവും. അപ്പൊ അതേ സമയത്ത് ഇപ്പം എന്റെ എക്സ്പീരിയൻസ് പറയാൻ നിങ്ങൾ ബ്രേക്ക് ഈവൻ കാണാൻ ഓക്കെ, നമുക്ക് ഒരു ട്രേഡും കൂടെ എടുത്തതിന് അത് പ്രോഫിറ്റ് നമുക്ക് 2% ആ കിട്ടണം എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ മൈൻഡ് മാറും. നമ്മുടെ അവിടെ ക്യാപിറ്റൽ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇവൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു
ഫിയർ കൂടാതെ ട്രേഡ് എടുക്കാൻ പറ്റും. എനിക്ക് ഈ ലോസ് വന്നാൽ പിന്നെ എനിക്ക് ഫിയർ എന്നൊരു എമൗണ്ട് തന്നെ കൂടിയത് മീൻസ് ഫിയറിന്റെ ഇത് ഭയങ്കരമായിട്ട് കൂടി. അപ്പം ബ്രേക്ക് ഈവൻ ആക്കുവാണെങ്കിൽ നമുക്ക് എന്താ ഓക്കെ ലോസ് ആവുന്നില്ല, നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആണ്. സോ അപ്പം മാക്സിമം എല്ലാവരും ഇത് വർക്കാവുന്ന സാധനം, ഞാനിത് വർക്ക്ഔട്ട് ചെയ്യണം. യെസ്, കുറച്ചും കൂടെ. ഗൈസ് പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. കാര്യം എനിക്ക് ഇത് അത്യാവശ്യം വന്നിട്ടുള്ള സാധനം. ഞാൻ എടുക്കും, ബ്രേക്ക് ഈവൺ ആക്കും, ഞാൻ നേരെ പോയിട്ട് ആലോചിക്കുന്നത് നീ എന്താണ് പ്രോഫിറ്റ്. ഒരു പക്ഷെ കാര്യം ഞാൻ പറയാത്തത്? ഞാൻ ഒരു സൈക്കോളജിക്കലായിട്ട് ഞാനൊരു ആശയം ഇങ്ങനെ ഇടക്കിടക്ക് പറയാറുള്ളതാണ്. അതായത് നമുക്ക് ഇത്ര സാഹചര്യത്തിൽ ലൈക്ക് ഇമോഷനൊക്കെ ആയിട്ട് പോയിട്ടിരിക്കണ ഓരോ സാഹചര്യം ഉണ്ടാവുമല്ലോ. അതല്ലെങ്കിൽ നമ്മൾ ഒരു സെൽഫ് റിട്രീറ്റ് എന്ന് പറഞ്ഞ സംഭവം അത് നമ്മൾ ഇടക്കിടക്ക് കൊടുക്കണ എനിക്ക് തോന്നുന്നു നല്ലതാ. കാര്യം അത്ര സാഹചര്യത്തിൽ നമ്മൾ ഇമോഷൻ ഭയങ്കരമായിട്ട് അത് ഈവൻ നമ്മള് ഒരു ഒരു കാലത്ത് നീറ്റു നമ്മൾക്കൊരു ഇപ്പൊ തലേന്ന് നമ്മൾ അല്ലെങ്കിൽ കാലത്തന്ന് മോർണിംഗ് നമ്മൾ ഇന്ന ടാസ്കുകളൊക്കെ ചെയ്യണം. ആ ടാസ്കൊക്കെ ഒന്ന് നമ്മൾ പക്കയൊക്കെ നമ്മൾ അന്നത്തെ ദിവസം മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഒന്ന് പുറത്ത് പോവാ, ഒരു കഫേലോ അങ്ങനെ പോയിട്ട് നല്ലൊരു ഫുഡ് അടിക്കുക. ലൈക്ക് ഫുഡ് അടിക്കുന്നതിലല്ല അതിലത്തെ മെയിൻ കാര്യം, നമുക്കൊരു ട്രീറ്റ് കൊടുക്കണ പോലെ. അതായത് ഇന്ന് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. അത് നല്ലൊരു സാധനം. ഞാനിതിപ്പോ വർക്കൗട്ട് ചെയ്യുന്ന സംഭവം അത് സൈക്കോളജി എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത സാധനം സൈക്കോളജിക്കലി. കാര്യം നമ്മളെ തന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പട്ടി ഉണ്ടാവില്ല ഉള്ള കാര്യം പറയാലോ. പെർഫെക്റ്റ്. അത് അത് സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാ. ആരെ എനിക്ക് പട്ടി ഭയങ്കരമായിട്ട് ഉദ്ദേശിച്ചത്? വർക്കൗട്ട് ചെയ്ത കാര്യമാണ്. നിങ്ങൾക്കറിയാം എന്റെ ഇമോഷൻ എങ്ങനെയായിരുന്നു, ഞാനിപ്പോ എങ്ങനെ ഇരിക്കുന്നത്. യെസ് ഗൈസ്, യെസ്. രാഹുൽ ബ്രോ അത് ഉദ്ദേശം പെർഫെക്റ്റ് പോയിന്റ് ആണ്. ടുവേർഡ്സ് ദ എൻഡ് രാഹുൽ ബ്രോ അത് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. യെസ് ഗൈസ്, ചാർട്ട് കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? ഒരു കാര്യം കൂടെ പറയണം എനിക്ക്. യെസ് ബ്രോ, പറഞ്ഞു. ബ്രോ യെസ് ബ്രോ. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ ഈ ഒരു അതായത് നന്ദു ബ്രോ ഒരു കോണ്ടന്റ് എന്ന അതിന്റെ കോണ്ടെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തുന്നുള്ളു. അപ്പൊ അതിന്റെ സംഭവം എന്ന് വെച്ചാല് നന്ദു ബ്രോ ഇടക്കിടക്ക് പറയാറുണ്ടല്ലോ എനിക്ക് എസ്തൽ ഇഷ്ടമല്ല, ബ്രേക്കിംഗ് അല്ലെങ്കിൽ ടി പി, ഈ ഒരു സാധനം പിടിച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ ഇതിന് സാധനം എടുത്തതെന്ന് വെച്ചാൽ എന്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൽ എത്തുക എന്നുള്ളതാണ്. പക്ഷെ ആ പ്രോഫിറ്റിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ 3 പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി. പ്ലാൻ എ എന്ന് പറഞ്ഞാൽ എന്റെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ എ. പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ 1:1 പ്രോഫിറ്റ് എടുക്കുക. പ്ലാൻ സി എന്ന് പറഞ്ഞാൽ 1:2. അപ്പൊ ഫസ്റ്റ് ഞാൻ ഒരു ട്രേഡിലേക്ക് എൻ്റർ ആകുമ്പോൾ ഞാൻ ഇതാക്കുന്നത് എന്റെ പ്രോഫിറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതായത് 1:1 എങ്കിലും ഈ ട്രേഡ് പോവോ എന്നുള്ള ഒരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡിൽ എൻ്റർ ആവുള്ളൂ. 1:1 ഞാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന പരിപാടി അത് ഞാൻ എന്ത് ചെയ്യും, ബ്രേക്ക് ഈവനിലേക്ക് എന്ത് ചെയ്യും, ബ്രേക്ക് ഈവൻ വിത്ത് സ്ലൈസ് പ്രോഫിറ്റിലേക്ക് എന്ത് ചെയ്യും, എന്റെ SL ഞാൻ ചേഞ്ച് ചെയ്ത് വെക്കും. 1:2 എത്താൻ നേരത്ത് എന്ത് ചെയ്യും, അത് ഞാൻ 1:1 ഇത് ചേഞ്ച് ചെയ്ത് വെക്കും. ഈ SL ഞാൻ ചേഞ്ച് ചെയ്ത് വെക്കും. അതായത് ഏകദേശം ഒരു 75% മുകളിലേക്ക് മാർക്കറ്റ് അപ്പ് ആയി കഴിഞ്ഞാൽ എന്റെ RR ഇതാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സാധനം. കാരണം SL വേണ്ട, ബ്രേക്ക് ഈവൻ ആയാലും കുഴപ്പമില്ല എന്നുള്ള സാധനം. നീല എങ്ങനെ കാണണം, ചുവപ്പ് കാണാൻ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ മന്തില് എല്ലാ വീക്കിലും ഞാൻ പ്രോഫിറ്റ് ആണ്. ഓവറോൾ വീക്ക് നോക്കുമ്പോൾ ഞാൻ പ്രോഫിറ്റിലാണ്. ഇത് റമീസിക്ക നമ്മുടെ ഒരു സൈക്കോളജി എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞു. ലോസ് കാണാൻ ഇഷ്ടമല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ട്രേഡിംഗിൽ ഉറപ്പായിട്ട് എവിടെയെങ്കിലും ഒക്കെ ലോസ് വരും. പക്ഷേ ഓവറോൾ നമുക്കിപ്പോ ഒരു ദിവസം, ഒരാഴ്ച ഇപ്പൊ റമീസ് ബ്രോ പ്രോഫിറ്റബിൾ ആയിട്ടാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ആഴ്ച റമീസ് ബ്രോയ്ക്ക് അതിനൊരു എനർജി കാണും, ഒരു മോട്ടിവേഷൻ കാണും. അതിപ്പോ പേ ഔട്ട് ആയിട്ടും കൂടെ എടുക്കാൻ പറ്റുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് പേ ഒരു ഓക്കെ എല്ലാ ആഴ്ചയും ചെറിയ പേ ഔട്ട് മതി. പക്ഷെ നമ്മൾ അക്കൗണ്ട് സൈസ് വർദ്ധിപ്പിക്കുമ്പോൾ നമ്മള് മാസ്റ്റർ മൈൻഡ് കഴിഞ്ഞ് നമ്മൾ 2026 നിങ്ങൾ സ്കെയിൽ ചെയ്യണം. ഇപ്പൊ നിൽക്കുന്ന ലെവലിൽ നമ്മൾ സ്കെയിൽ ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് സമയം എടുക്കും, ഒട്ടും ഈസി അല്ല. പക്ഷേ അങ്ങനെ ആകുമ്പോൾ റമീസ് ബ്രോ 2.5% എന്ന് പറയുന്ന റമീസ് ബ്രോ ഒരു നല്ല ഇപ്പൊ 10K അക്കൗണ്ട് ആണെങ്കിൽ പോലും $250 ആണ്. അതായത് ഒരാഴ്ച 250 അല്ലെങ്കിൽ ഒരു മാസം ഇറ്റ്സ് ഓക്കെ, സ്റ്റിൽ അതൊരു നല്ല എമൗണ്ട് ആണ് നമ്മളെ സംബന്ധിച്ച്. അപ്പൊ നമുക്ക് 2-3 അക്കൗണ്ടും നമ്മുടെ ക്യാപിറ്റൽ കുറച്ച് വലുതാണെങ്കിൽ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ മോർ ദാൻ ഇനഫ് ആണ്. സോ അതാണ് നമ്മൾ ആ സൈക്കോളജിക്കലി ഭയങ്കര ബെറ്റർ പൊസിഷൻ ആയിരിക്കും. സോ നമുക്ക് ജസ്റ്റ് ടെക്നിക്കലിയും കൂടെ ഒന്ന് നോക്കാം. സോ ഗൈസ്, ഈ ഒരു ചാർട്ടില് നമ്മൾ എപ്പോഴും ഒരു എൻട്രി എടുക്കുന്നത് എങ്ങനെയായിരിക്കും, നമ്മൾ ഡെയിലി ബയാസ് നോക്കും, ഡെയിലി മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യും, ഡെയിലി ഡയറക്ഷൻ എന്താണെന്ന് നോക്കും, H1 വരും, H1 ഓർഡർ ഫ്ലോ കാര്യങ്ങൾ നോക്കും. അതുപോലെ തന്നെ H1 മിറ്റിഗേഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. H1 മാർക്കറ്റിന്റെ ഓർഡർ ഫ്ലോ എന്താണ്, ആസ് വെൽ ആസ് മാർക്കറ്റ് ഏത് ലിക്വിഡിറ്റി ആണ് എടുത്തത്, റൈറ്റ്. സോ ലോവർ ടൈം ഫ്രെയിമിലോട്ട് വരുന്ന സമയത്ത് ഈ എക്സിക്യൂഷൻ എന്നുള്ള ഭാഗത്ത് ആദ്യം വേണ്ട എന്താ, ഒരു H1
മിറ്റിഗേഷൻ വേണം. H1 മേജർ ലിക്വിഡിറ്റി, ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലോട്ട് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യണം. 5 മിനിറ്റിൽ വധു ബ്രോ ഓർഡർ ഫ്ലോ എന്തായിരുന്നു ഈ ഒരു പോയിന്റിൽ? ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ എന്നുള്ള രീതിയിൽ ഈ ഒരു രീതിയിലാണ് മാർക്കറ്റിന്റെ ഒരു ഓർഡർ ഫ്ലോ വന്നുകൊണ്ടിരുന്നത്. സോ മാർക്കറ്റിന്റെ ഓർഡർ ഫ്ലോനെ നമുക്ക് ലാസ്റ്റ് ഈ ഒരു H1 മിറ്റിഗേഷൻ ഇവിടെ കിട്ടി. ആ മിറ്റിഗേഷനോടൊപ്പം തന്നെ നമുക്ക് എന്തൊക്കെ കിട്ടി? ഒരു ലിക്വിഡേഷൻ കിട്ടി, ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, അല്ലെങ്കിൽ ലിക്വിഡേഷൻ കിട്ടി. അതിനോടൊപ്പം ആ 5 മിനിറ്റ് ഓർഡർ ഫ്ലോ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റി. സോ അവിടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു എൻട്രീനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ H1 മിറ്റിഗേറ്റ് ചെയ്തു എന്നും പറഞ്ഞ എൻട്രീനെ പറ്റി ചിന്തിക്കേണ്ട. ഈ ഓർഡർ ഫ്ലോ നമുക്ക് ഹയറുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നമ്മുടെ പവർ ഓഫ് 3 ആഡ് ചെയ്യാം. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം എൻട്രീനെ പറ്റി ചിന്തിക്കാം. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇത് റീപ്രൈസ് ചെയ്യുന്ന സമയത്ത് പലർക്കും പല എൻട്രി പോയിന്റ് ആയിരിക്കും. ഞാൻ ജസ്റ്റ് ആവറേജ് ആയിട്ട് ഇപ്പൊ ജസ്റ്റ് ഇവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്യുവാണ്. അഗി ബ്രോ, നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ ടൈറ്റ് ആക്കി നമ്മൾ പ്ലാൻ ചെയ്യേണ്ട. ഏറ്റവും നല്ല ബ്രീത്തിങ് സ്പേസ് കൊടുത്ത് ജോൺ ബ്രോ ആ ഒരു ഓർഡർ ഫ്ലോയിലെ പ്രൊട്ടക്റ്റഡ് ഹൈ ഓർ ലോ, ഈ കേസിൽ പ്രൊട്ടക്റ്റഡ് ലോ, അത് തന്നെ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ അത്രയും കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം, അതായത് ഈ പ്രൊട്ടക്റ്റഡ് ലോ വെക്കുമ്പോൾ ഒരു 15 20 അങ്ങനെയൊക്കെ കണ്ടീഷൻ ആണെങ്കിൽ മാത്രം അതിന് മുകളിലുള്ള ലോ ഏതാണോ അവിടെ വെക്കുക. ഓക്കെ, ഒരു 10 പിപ്പൊക്കെ ആണെങ്കിൽ പ്രൊട്ടക്റ്റഡ് ലോ തന്നെ വെക്കുക. ടാർഗറ്റ്, ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ആക്ച്വലി എൻട്രി എടുക്കുന്ന സമയത്ത് ഫിക്സ്ഡ് ടാർഗറ്റ് മെജോറിറ്റി, എല്ലാ കേസിലും അല്ല, മെജോറിറ്റി ഓഫ് ദ ട്രേഡ്സിലും എനിക്ക് ഫിക്സ്ഡ് ടാർഗറ്റ് കാണത്തില്ല. SL ഞാൻ വെക്കും, എൻട്രി എടുക്കും. ടാർഗറ്റ് ഞാൻ മാർക്കറ്റിൽ ഇരുന്ന് ഞാനായിട്ട് അത് മോഡിഫൈ ചെയ്ത് പെർസെന്റേജ്, എനിക്കൊരു മനസ്സിൽ പ്ലാൻ കാണും. ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ ഇതെന്ന് പറയുന്ന ഏഷ്യൻ ഹൈ ആണ്, അല്ലെങ്കിൽ ലണ്ടൻ മേജർ ലിക്വിഡിറ്റി ഏരിയ ആണ്. ഇതാണ് എന്റെ ഓവറോൾ ടാർഗറ്റ് എന്ന് എനിക്കൊരു പ്ലാൻ കാണും. പക്ഷെ ടാർഗറ്റ് ഞാൻ ലോക്ക് ചെയ്യത്തില്ല തുടക്കത്തില്. എൻട്രി പോവും. 1:1 എന്നുള്ളതായിരിക്കും ആദ്യത്തെ ചിലപ്പോൾ ഒരു ടാർഗറ്റ്. സോ എൻട്രി എടുത്തതിന് ശേഷം ഈ ഒരു ഓർഡർ ഫ്ലോ, ഈ ലോ ടു ഹൈ, വധു ബ്രോ ഇതിന്റെ ഈ ഒരു ഓർഡർ ഫ്ലോയിൽ ലാസ്റ്റ് ലോ ടു ഹൈ ഏതാ? ഒന്ന് മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ലാസ്റ്റ് ലോ ടു ഹൈ. അതായത് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, പിന്നെ നമുക്ക് എൻട്രി വന്ന ആ ഒരു ലോവർ ഹൈ, അവിടാണ് നമ്മൾ എൻട്രി എടുത്തത്. ആ എൻട്രി എടുത്ത ലോവർ ഹൈയുടെ മുകളിലുള്ള ലോവർ ഹൈ. മാർക്കറ്റ് ഇതാണ് ഫസ്റ്റ് ഒബ്സർവ് ചെയ്യേണ്ട ഏരിയ. ഇത് ഞാൻ എന്റെ ഒരു ഡേറ്റ വെച്ചിട്ട് പറയാണ്. ഇതിനെ മാർക്കറ്റ് എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇവിടെ മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ SL എന്ന് പറയുന്നത് SL പ്ലസ് ബ്രേക്ക് ഈവൻ പ്ലസ് കമ്മീഷൻ എന്നുള്ള രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യണം. അതായത് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അത് ഒരു മെജോറിറ്റി ഓഫ് ദ ടൈംസ് പിന്നെ അത് ഇവിടെ തന്നെ റീപ്രൈസ് ചെയ്ത് മുകളിലോട്ടായിരിക്കും പോകുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ ആണെങ്കിൽ 1:2 നമുക്കൊരു ഐഡിയ ആണ്. 1:2 എവിടെയാണ്? 1:2 ആകുമ്പോഴത്തേന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഉറപ്പായിട്ടും ഒരു 1% എങ്കിലും അവിടെ ബുക്ക് ചെയ്യും. ഒരു 1% എങ്കിലും ബുക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു 1% അവിടെ ബുക്ക് ചെയ്യും. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ 1:1 എന്നുള്ളത് നമുക്ക് 2%ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. സോ ആ രീതിയിൽ എത്രത്തോളം നമുക്ക് റിസ്കിനെ റെഡ്യൂസ് ചെയ്ത് ഒരു 2% ഒക്കെ ലോക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇപ്പൊ ഈ ഒരു കേസിലാണെങ്കിൽ ഇവിടാണ് 2% വരുന്നത്. സോ ആ 2% ഫിക്സ്ഡ് ആയിരിക്കും. പിന്നെ മാർക്കറ്റ് ഓക്കെ തിരിച്ചു വന്നോട്ടെ, മാർക്കറ്റ് ആ ഒരു ടാർഗറ്റ് എടുക്കുന്നതിന് മുമ്പ് മാർക്കറ്റ് ഒന്ന് പോസ് ചെയ്യും. എന്നിട്ട് തിരിച്ചു വന്ന് ചിലപ്പോൾ നമ്മുടെ SL അടിച്ചിട്ടായിരിക്കും ടാർഗറ്റ് അടിക്കുന്നത്. പക്ഷെ ഈ കേസിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഓക്കെ ഫിക്സ്ഡ് ആയിട്ട് വെച്ചാൽ 1:4 കിട്ടും, ഫൈൻ. പക്ഷെ സ്റ്റിൽ നമ്മുടെ SL അടിക്കുമ്പോൾ നമ്മൾ എത്ര പെർസെന്റേജ് പ്രോഫിറ്റ് ആണ്? 2% പ്രോഫിറ്റ് ആണ്. മോർ ദാൻ ഇനോഫ്. നമുക്ക് ഒരു ട്രേഡിൽ നിന്ന് കിട്ടുന്നതിന്റെ മോർ ദാൻ ഇനോഫ് ആണ്. അതായത് 2% എന്ന് പറഞ്ഞാൽ ഹൈ പ്രോഫിറ്റ് ആണ്, ഹ്യൂജ് പ്രോഫിറ്റ് ആണ്, ബിഗ് പ്രോഫിറ്റ് ആണ്. ഹാപ്പി ആവണം. ഇത് മെജോറിറ്റി ഓഫ് ദ ടൈമിൽ ഈ ഒരു ലോ ടു ഹൈ ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഹൈ ടു ലോ, മാർക്കറ്റ് ഇവിടെ എത്തിയതിനു ശേഷം ഒരു റെസിസ്റ്റൻസ് കാണിക്കുവാണ്, മുകളിലോട്ട് പോകുന്നില്ല. ഇത് ഒരു 80 അല്ലെങ്കിൽ 70 to 80% ഓഫ് ദ ടൈം ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇവിടെ 5 മിനിറ്റ് ഓർഡർ ഫ്ലോ എന്താണ്? സ്റ്റിൽ ബെയറിഷ് ആണ്. ഈ ഒരു എക്സ്റ്റേണൽ നോക്കുന്ന സമയത്താണെങ്കിൽ മാർക്കറ്റ് ലോവർ ലോ, ലോ ഹൈ, ലോ ലോ, ലോ ഹൈ, ലോവർ ലോ, ലോ ഹൈ. ഒരു എക്സ്റ്റേണൽ ഷിഫ്റ്റ് മാത്രം നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഓർഡർ ഫ്ലോ ചേഞ്ച് ആവത്തില്ല. അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്.
ഇത് ഏത് ടൈം ഫ്രെയിം ആണെങ്കിലും മാർക്കറ്റ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നെന്ന് പറഞ്ഞാൽ 100% ഓർഡർ ഫ്ലോ ചേഞ്ച് ആവത്തില്ല. എന്തൊക്കെ വേണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 100% ഓർഡർ ഫ്ലോ റിവേഴ്സ് ആവണമെങ്കിൽ അവിടുന്ന് ഒരു മൊമെന്റം തന്ന് അടുത്ത ഹൈന് ബ്രേക്ക് ചെയ്യണം. അടുത്ത ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, അതായത് ഫസ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വേണം, അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറും കൂടെ ഉണ്ടായാൽ മാത്രമേ അതൊരു കംപ്ലീറ്റ് റിവേഴ്സലാണ് നമുക്ക് പറയാൻ പറ്റൂ ടെക്നിക്കലി. സോ ഈ കേസിൽ നോക്കിക്കേ, ഈ കേസിൽ ഇതിനെയും കൂടെ അല്ലെങ്കിൽ ഇതിനെയും കൂടെ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അതൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഡർ ഫ്ലോ റിവേഴ്സ് എന്ന് പറയാൻ പറ്റൂ. മറ്റേത് ജസ്റ്റ് ഒരു ഫസ്റ്റ് സിഗ്നൽ മാത്രമാണ്. സോ ഈ ഒരു കേസിൽ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചാണ് വരുന്നതെങ്കിൽ നേരത്തെ റെമീസ് ബ്രോ പറഞ്ഞത് കറക്റ്റ് ആണ്. അതായത് മെജോറിറ്റി ഓഫ് ദ ടൈം ചില സിറ്റുവേഷനിൽ നമുക്ക് ഇവിടെ നമ്മുടെ ബ്രേക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ ടാർഗറ്റ് പോകത്തില്ലെന്ന് ഒരിക്കലും പറയത്തില്ല. പക്ഷേ മെജോറിറ്റി ഓഫ് ദ ടൈം അത് എൽ ആവാനാണ് ചാൻസ്. പക്ഷെ നമ്മളിവിടെ നമ്മുടെ പ്രോഫിറ്റ് ബുക്ക്ഡ് ആണെങ്കിലോ അല്ലെങ്കിൽ സ്ലൈറ്റ് പ്രോഫിറ്റ് ആണെങ്കിലോ ആ ട്രാപ്പിൽ നിന്ന് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ ആണെങ്കിലോ പോട്ടെ, ഒന്നും വേണ്ട, നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു ഇവിടെ ഒരു പ്രൊട്ടക്ട്, ഒരു ചെറിയ ലോസ് ആണെങ്കിൽ പോലും നമുക്ക് ഫൈൻ ആണ്. ഇവിടാണ് നമ്മുടെ സൈക്കോളജി കാര്യങ്ങളെല്ലാം നമ്മൾ ബെറ്റർ ആവുന്നത്. സോ ഞാൻ ഈ ഒരു സെയിം എക്സാമ്പിൾ വെച്ച് ലോസ് ആവേണ്ട ഒരു ട്രേഡ് സ്ലൈറ്റ് പ്രോഫിറ്റിൽ എൻഡ് ചെയ്തത് എനിക്കൊന്ന് അന്ന് ഷെയർ ചെയ്തൊരു ട്രേഡ് ആയിരുന്നു. ഓക്കെ, ഈ ഒരു ട്രേഡ് ഇത് ആഹ്, ഇത് ഈ ലാസ്റ്റ് വീക്കിലെ എൻട്രി ആയിരുന്നു. മാർക്കറ്റ് ഈ പറയുന്ന പോലെ ഏഷ്യൻ സെഷൻ ഫോം ചെയ്തു, ചെറിയൊരു മാനിപ്പുലേഷൻ ഏരിയ. ഇത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് എൻട്രി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ ആ ഒരു കുറെ പേര് എയർലി ട്രേഡ് എടുത്ത സാധനം രണ്ടാമത് വന്ന സമയത്ത് നമുക്കൊരു ഇൻഡ്യൂസ്മെന്റ് കാര്യങ്ങൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽ വരെ വന്നു. എനിക്കിത് ആക്ച്വലി ഇതല്ല 1% ആയിരുന്നു തോന്നുന്നു. അല്ല ബ്രേക്ക് ഈവൻ ഏകദേശം. നമുക്കിത് ആക്ച്വലി എൻട്രി എടുക്കുന്ന സമയത്ത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് വധൂത് ബ്രോ അല്ലെങ്കിൽ ഷരൂൺ ബ്രോ ഈ ഒരു ഏരിയയിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള എസ് ഏതാ? ഈ ലോ അല്ലേ? ഐ മീൻ വരയ്ക്കാൻ പറ്റും നോക്കട്ടെ. ലോ അല്ല, ഹൈ, സെൽ എൻട്രി അല്ലേ? ഓ സോറി 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 സോറി, ഉം. ഇതല്ലേ? ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈ എന്ന് പറയുന്നത് അതാണ്. സോ അതിന് തൊട്ട് മുകളിൽ ഇതും കൂടെ ഉണ്ട്. സോ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള എസ് തന്നെ നിങ്ങൾ വെക്കുക എൻട്രി എടുക്കുന്ന സമയത്ത്. നമുക്ക് അറിയത്തില്ല, നമുക്കിത് നമ്മുടെ ഒക്കെ പ്ലാൻ അനുസരിച്ച് ചിലപ്പോൾ ഏറ്റവും എൻട്രി പോയിന്റ് പക്കയായിരിക്കും, പക്ഷെ എങ്കിലും ചിലപ്പോൾ മുകളിലോട്ട് വരാം. ഇൻഡ്യൂസ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈറ്റ് ആക്കുന്നതുകൊണ്ട് തെറ്റില്ല കേട്ടോ. അതായത് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്, പക്ഷേ എങ്കിലും ഇത് എനിക്കൊരു നീറ്റ് ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ സേഫ് ആക്കിയത്. ഇൻഡ്യൂസ്മെന്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല. എന്നിട്ട് as soon as പോസിബിൾ മാർക്കറ്റ് ആ ഒരു എൻട്രി പോയിന്റിന് താഴോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, റിസ്ക് റെഡ്യൂസ് ചെയ്ത് 2% ആണ് ഇവിടെ റിസ്ക് ചെയ്യുന്നതെങ്കിൽ 1% ആക്കാം, അവിടുന്ന് 0.5 ആക്കാം. ഈ ഒരു ഏരിയ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ബ്രേക്ക് ഈവൻ എന്നുള്ള രീതി വെക്കാൻ പറ്റും. നന്ദു സോ ബ്രോ ഡൗട്ട് വെച്ചത് ഇപ്പം ഇങ്ങനെ വലിയ റിസ്ക് റിവാർഡ് വലിയ എസ് എൽ വരുമ്പോൾ നമുക്ക് 2% റിസ്ക് വെച്ചെടുത്താൽ മതിയോ? വലിയ റിസ്ക് വരുമ്പോ റിസ്ക് സെറ്റ് ചെയ്യുന്ന ബ്രോ എടുക്കുന്ന ട്രേഡ് വെച്ചിട്ടല്ല ബ്രോ, അക്കൗണ്ട് കപ്പാസിറ്റി വെച്ചിട്ട് റിസ്ക് സെറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ആണെങ്കിൽ ബ്രോ ഇപ്പൊ ഞാൻ ഫണ്ടിനകത്ത് എടുക്കും, അപ്പൊ ഇത്രയും വലിയ എസ് എൽ ആണ്, അപ്പൊ നമുക്ക് ഒരു 1:1 എന്തായാലും മാർക്കറ്റ് പോകുന്നില്ല, അപ്പം റിസ്ക് കൂട്ടിയെടുത്താൽ നമുക്ക് 2% സെയിം തന്നെ കിട്ടത്തില്ലേ? പക്ഷെ ഇൻ കേസ് ബ്രോഡ് അക്കൗണ്ട് ഇപ്പം ഈ പറയുന്ന പോലെ ഒരു 5% താഴെ നിൽക്കുക, ഇൻ കേസ് ആ എൻട്രി പോയിന്റിൽ നിന്ന് നമുക്ക് ഈ ഒരു ബ്രീത്തിങ് സ്പേസ് താഴോട്ട് കിട്ടിയില്ല, 2% ലോസ് ആയാലോ നമ്മുടെ അക്കൗണ്ട്, അപ്പം നമ്മുടെ സൈക്കോളജി അവിടെ എഫക്ട്. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോണം, ഏത് ട്രേഡ് എടുത്താലും നിങ്ങളുടെ സൈക്കോളജീനെ അഫക്റ്റഡ് ആവാത്ത രീതി വേണം നിങ്ങൾ അതിനെ മാനേജ് ചെയ്യാൻ. കാരണം സൈക്കോളജി അവിടെ പാളിക്കഴിഞ്ഞാൽ ഒന്നും കാര്യമില്ല. ഇപ്പൊ ഈ കേസിൽ വധൂത് ബ്രോ ടാർഗറ്റ് വെച്ചേക്കുന്ന ഏഷ്യൻ ലോ ആണ്. നമ്മൾ ജസ്റ്റ് ബ്ലൈൻഡ്ലി 1:1 എന്നുള്ള രീതിയിലാണെങ്കിൽ ഈ ട്രേഡ് ഓൾമോസ്റ്റ് 1.5 വരെ പോയി, അല്ലെങ്കിൽ 1.5 വരെ പോയി. എന്നിട്ട് അത് റിവേഴ്സലായി എസ് എൽ അടിക്കുവായിരുന്നെങ്കിൽ വധൂത് ബ്രോ എത്രമാത്രം വധൂത് ബ്രോയുടെ ഇമോഷനെ അത് എഫക്ട് ചെയ്തേനെ. അവിടാണ് നമ്മൾ ഈ പറയുന്ന പോലെ സൈക്കോളജി എന്നുള്ളതിന്, നിങ്ങൾ ഏതൊരു ട്രേഡ് എടുത്താലും സൈക്കോളജി പെർഫെക്റ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു AMD എന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രി ആയിരുന്നു. സോ ഈ ഒരു എൻട്രിയുടെ ഇത് ആക്ച്വലി 1 minute എക്സിക്യൂഷൻ ആണ്.
ഓക്കെ. സോ ഈ ഒരു കേസിൽ ഓക്കെ, സോ ഈ ഒരു കേസിലാണെങ്കിൽ എൻട്രി എടുത്തു, ഇവിടെ ബ്രേക്ക്ഔട്ട് വന്നു, ഇൻഡ്യൂസ്മെന്റ് മൾട്ടിപ്പിൾ ഇൻഡ്യൂസ്മെന്റ്സ് ഉണ്ടായിരുന്നു, അതിനുശേഷമുള്ള എൻട്രി. ഫസ്റ്റ് മെയിൻ എന്റെ ആക്ച്വലി ഈ ഒരു ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇച്ചിരി അഗ്രസീവ് ട്രേഡ് ആയിരുന്നു. കാരണം എനിക്കൊരു 2% ലോക്ക് ചെയ്ത് ഇറങ്ങാന്നുള്ള മൈൻഡ് ആയിരുന്നു. കാരണം എനിക്ക് ആ 2% വേണമായിരുന്നു. സോ ഏഷ്യൻ ലോ ആയിരുന്നു ടാർഗറ്റ് എന്ന് പറയുന്നത്. ക്വയറ്റ് അഗ്രസീവ് SL ആയിരുന്നു. ഇത് സേഫ് ആയിട്ട് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രൊട്ടക്റ്റഡ് ഹൈ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള SL വെക്കാം, ഇല്ലെങ്കിൽ ഇത് വെക്കാം, ഈ ഒരു SL. ഓക്കെ, എൻട്രി പോയിന്റിനകത്ത് ഡൗട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, ഒരു പ്രശ്നമില്ല. ചാർട്ട് കാണുമ്പോൾ ഇതിന്റെ ഒരു എസ്തെറ്റിക്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എൻട്രി എടുക്കുക, ഫസ്റ്റ് SL ഇവിടെ ആയിരിക്കും. ഈ ഒരു കേസിൽ ഇത് ഈ ലോ ടു ഹൈ, ഈ ലോയുടെ ഒരു ഏരിയ എത്തുന്ന സമയത്ത് എൻട്രി പോയിന്റ് ഇതാണ്. ഈ ലോ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യാനാക്കണം. SL നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബ്രേക്ക് ഈവൻ പ്ലസ് കമ്മീഷൻ ആക്കി വെക്കാം. കാരണം ഇവിടുന്ന് ഇത് റീപ്രൈസ് ചെയ്ത SL ആവാനാണ് ഹൈ പ്രോബിലിറ്റി. ഇത് ആദ്യം നിങ്ങൾ ഒറ്റയടിക്ക് SL ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്ത് വെക്കാം, 1% കൊണ്ടുവരാം, 0.5 ആക്കാം. നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ മാർക്കറ്റ് നമ്മുടെ അടുത്ത് പറയുകയാണ്, മാർക്കറ്റ് അവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു ടാർഗറ്റ് ആകുമ്പോൾ എന്താ 1% ആവത്തുള്ളൂ. ഈ 1%നെ ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും വധു ബ്രോ? നമ്മുടെ ടാർഗറ്റ് മനസ്സിലൊരു 2%ലോട്ട് മാറ്റുക, എന്നിട്ട് SL എന്ത് ചെയ്യാൻ പറ്റും? 1%ലേക്ക് മാറ്റാം. ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഒന്നെങ്കിൽ റമീസ് ബ്രോ ഇവിടെ നമുക്ക് പാർഷ്യൽസ് ബുക്ക് ചെയ്യാം, 50% ഓഫ് ദ ക്യാപിറ്റൽ എക്സിറ്റ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം? ബാക്കിയുള്ളത് SL ബ്രേക്ക് ഇവനാക്കി വെക്കാം. അല്ലെങ്കിൽ ഓക്കെ, ആ ഒരു ഓർഡർ ആ മാർക്കറ്റ് അത്ര സ്ട്രോങ് ആയിട്ടാണ് താഴെ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും കംപ്ലീറ്റ് നമ്മുടെ SL 1%ലോട്ട് വെക്കാം. എന്നിട്ട് ടാർഗറ്റ് എന്ത് ചെയ്യാൻ പറ്റും? 2%ലോട്ട് വെക്കാം. മാർക്കറ്റ് 2% എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും ഷരൂൺ ബ്രോ? 2% എത്തുന്ന സമയത്ത് 2-ൽ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് നോക്കുക. 2-ൽ നിന്ന് വീണ്ടും താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ നമുക്കൊരു പ്രൊട്ടക്റ്റഡ് ഹൈ ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു പ്രൊട്ടക്റ്റഡ് ഹൈ ഉണ്ട്. വേണമെങ്കിൽ ആ പ്രൊട്ടക്റ്റഡ് ഹൈയിലോട്ട് നമുക്ക് SL വേണമെങ്കിൽ കൊണ്ടുവെക്കാം. പക്ഷെ 2% എത്തുവാണെങ്കിൽ മാർക്കറ്റ് ഇപ്പൊ ഈ ഒരു കേസിൽ ഇവിടെ ഒരു 2% എത്തുവാണെങ്കിൽ 2% ലോക്ക് ചെയ്തോണം. എന്നിട്ട് വേണമെങ്കിൽ 3%ലോട്ട് നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാം. അതായത് ഈ ട്രേഡ് വേസ്റ്റ് സിനറിയോ എന്താ? തിരിച്ചു വരും, 2% ഹിറ്റ് ആവും, അടിച്ചോട്ടെ, കുഴപ്പമില്ല. 2% ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്, എന്റെ ഗോൾ അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ ഹ്യൂജ് പ്രോഫിറ്റിൽ എൻഡ് ചെയ്തു. ഇത് ഇൻ കേസ് 3% എത്തുവാണെങ്കിലോ ടാർഗറ്റ് എന്ത് ചെയ്യുക? നേരെ 3%ലോട്ട് വെക്കുക, 4%ലോട്ട് ടാർഗറ്റ് മാറ്റുക. വേസ്റ്റ് സിനറിയോ എന്താ? 3% SL. ഈ ഒരു കേസിലായിരുന്നെങ്കിൽ 2% ഇത് തിരിച്ചു വന്ന് ഹിറ്റ് ആവുകയാണെങ്കിലും എൻഡ് ചെയ്യുന്ന സമയത്ത് 2%. ഈ ഒരു ട്രേഡ് ഇത്രയും വലിയ SL വെച്ചാൽ പോലും 2% ആണ് നിങ്ങൾ റിസ്ക് ചെയ്യുന്നതെങ്കിൽ 4% ആണ് ഇവിടെ പ്രോഫിറ്റ്. 1% ആണ് റിസ്ക് ചെയ്യുന്നതെങ്കിൽ 2% ആണ് പ്രോഫിറ്റ്. ഇതൊന്നുമല്ല, ബ്ലൈൻഡ് ആയിട്ട് ഒരാൾ 1:3 വെക്കുക. ഇതാ നോക്കിക്കേ, ഓൾമോസ്റ്റ് 1:2.5 വരെ വന്നിട്ട് SL അടിക്കുന്ന അവസ്ഥ. എന്തായിരിക്കും നിങ്ങളുടെ ഒരു സൈക്കോളജി എങ്ങനെയായിരിക്കും? അതായത് 1:3 ബ്രോ വെച്ചിട്ട് 2.5, അതായത് $250 പ്രോഫിറ്റ് കണ്ട്, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പം -$50 അല്ലെങ്കിൽ $100 ബ്രോ. പിന്നെ ആ ഒരു അടുത്ത ട്രെയിൻ, ഇതൊക്കെ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞെടുക്കാൻ പോകുന്ന ട്രെയിനിന് ഇത് അഫക്ട് ചെയ്യും, ഫിയർ ആയിരിക്കും. നിങ്ങൾക്ക് കുറെ പേർക്ക് എനിക്ക് സത്യം പറഞ്ഞ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാന് ജൂൺ ഫസ്റ്റ് വീക്ക് ഞാനൊരു $100 റിസ്ക് വെച്ചിട്ട് ട്രേഡ് എടുത്തിട്ട് എല്ലാവരും എടുത്തിരുന്നു. അന്ന് എന്റെ 1.9 വരെ പോയി, എന്നിട്ട് മുകളിലേക്ക് പോയിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് പേടിച്ചിട്ട് ഞാൻ ബ്രേക്ക് ഈവൺ ആക്കി. ബ്രേക്ക് ഈവന്റെ തൊട്ട് മുകളിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അത് അന്ന് ഇമോഷൻ വെച്ച് കളിച്ചിരുന്ന സാധനമായിരുന്നു. അന്ന് മനസ്സിലായതാ ഇതൊരു വൃത്തികെട്ട പരിപാടിയാണ്, ഇമോഷൻ വെച്ചത് നടക്കൂല എന്നൊക്കെ. കാര്യം അത് നൈസായിട്ട് 1.9 അതും കഴിഞ്ഞ്, അതായത് ഒരു $20 ഉണ്ടായിട്ടുണ്ടെങ്കിൽ 2 എത്തേണ്ട സാധനം നെഗറ്റീവ് അടിച്ച് ബാക്കിലേക്ക് പോയി. അതാണ് നമ്മുടെ സൈക്കോളജിനെ അത് എഫക്ട് ചെയ്യും. അത് കഴിഞ്ഞുള്ള ട്രേഡ്സിൽ നമുക്ക് ഫിയർ വരും, നമ്മുടെ അക്കൗണ്ട് നെഗറ്റീവ് ആവും. സോ ഫണ്ടഡ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ മാക്സിമം നെഗറ്റീവ് എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് പ്രോഫിറ്റിലോട്ട് കൊണ്ടുവരിക. അത് ഹ്യൂജ് പ്രോഫിറ്റ് ആയില്ലെങ്കിൽ പോലും സ്ലൈറ്റ് പ്രോഫിറ്റ്, അത് കോമ്പൗണ്ട് ചെയ്യും.
ആ സ്ലൈറ്റ് പ്രോഫിറ്റ് ഫോക്കസ് ചെയ്യുക, കോമ്പൗണ്ട് ചെയ്യട്ടെ, നല്ല ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കുക. ആ രീതിയിൽ ഇത് വർക്ക്ഔട്ട് ചെയ്യുക. ഇതൊരു സ്കില്ലാണ്. ഈ പറഞ്ഞ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, നമ്മൾ ടെക്നിക്കൽ എന്ന് പറയുന്ന പോലെ, ഫണ്ടമെന്റൽ നോളജ് എന്ന് പറയുന്ന പോലെ, റിസ്ക് മാനേജ് ചെയ്യാന്ന് പറയുന്നതും സ്കെയിൽ ചെയ്യാന്ന് പറയുന്നതും ഹെഡ്ജ് ചെയ്യാന്ന് പറയുന്നതും അനദർ സ്കിൽ. നിങ്ങൾ അത് ഒരുപാട് അതിലോട്ട് പോയിട്ടില്ല, കാരണം സ്റ്റിൽ നിങ്ങൾ സ്കെയിൽ ചെയ്യേണ്ട ഒരു സ്റ്റേജ് എത്തി വരുന്നതേ ഉള്ളൂ. റൈറ്റ്, നിങ്ങൾ സ്കെയിൽ ചെയ്യേണ്ട സ്റ്റേജ് എത്തി വരുന്നതേ ഉള്ളൂ. ആ സ്റ്റേജ് എത്തി ഓൾമോസ്റ്റ് ഇനി ഒരു 2-3 മാസം കൂടെ കഴിയുമ്പോഴത്തേന് നിങ്ങൾ സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്തില്ലെങ്കിൽ എങ്ങും എത്തത്തില്ല. റൈറ്റ്, നമ്മൾ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതല്ല നമ്മുടെ പർപ്പസ്. സക്സസ് എന്നുള്ളത് എത്രത്തോളം നമുക്കത് ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് എത്രത്തോളം അടുപ്പിക്കാവോ അത്രത്തോളം നമ്മൾ ആ ടൈം ലിമിറ്റ് ആ ടൈം ഫ്രെയിം കുറയ്ക്കണം. സോ അവിടെ നിങ്ങൾക്ക് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്കില്ല് പഠിച്ചേ പറ്റൂ. മാസ്റ്റർ മൈൻഡിൽ അത് തന്നെയാണ് നമ്മൾ ഒരു മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ കുറച്ച് സോഫാറുള്ള പ്ലാനിങ് വെച്ചിട്ട് ആദ്യത്തെ ദിവസം നമ്മൾ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യും. സെക്കൻഡ് ഡേയിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ബാക്കിയെല്ലാം നമ്മുടെ സ്കെയിലിംഗ് വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ബഫർ സിസ്റ്റം എന്ന് പറയും. ആ ഒരു ബഫർ സിസ്റ്റം എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ്. സോ ഇത് നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ ഇത് ബ്രോ വർക്ക്ഔട്ട് ചെയ്യണം. നെറ്റ് കട്ടാവുന്നുണ്ട്. എനിക്ക് മാത്രമാണോ അത് എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. ചെറുതായിട്ട് ആ ഓക്കെ. ഞാൻ ഓർത്ത് എനിക്ക് മാത്രമേ നെറ്റ് കട്ടായിട്ടോ തുടങ്ങണേ. ഓക്കെ ബ്രോ, ഫൈൻ. യെസ്. സോ നമുക്ക് ഇതൊരു പ്രോപ്പർ സ്കില്ലാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾക്ക് വേണ്ട ഇൻസൈറ്റ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സെഷൻ അത്യാവശ്യം നിങ്ങൾ രാവിലെ എല്ലാവരും അറ്റൻഡ് ചെയ്തതിനുള്ള വാല്യൂ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മൈൻഡിനെ ആദ്യം പറഞ്ഞു പഠിപ്പിക്കുക. എന്റെ ഒക്ടോബറിലെ പ്ലാൻ ഇതാണ്. ഇനി എന്ത് ചെയ്യുക? നിങ്ങൾ ഇത് വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ ഒരു ഡേറ്റ കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് SL അടിച്ച ട്രേഡുകൾ ഇതേപോലെ വർക്ക്ഔട്ട് ചെയ്തായിരുന്നെങ്കിൽ എത്രത്തോളം പറ്റുമായിരുന്നു? എത്ര ബ്രേക്ക് ഈവൻ വന്നിട്ട് ടാർഗറ്റ് അടിക്കുന്നുണ്ടായിരുന്നു? നിങ്ങളുടെ എക്സസൈസ് ആണ്. ഇൻഡിവിജ്വലി ആരാണോ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് അവർക്ക് അത്രയും റിസൾട്ട് കിട്ടും. സോ നിങ്ങൾ അത് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിങ്ങിലാണെങ്കിലും ലൈഫിലാണെങ്കിലും നിങ്ങൾ സക്സസ് ആവേണ്ടത് ഒബ്വിയസ്ലി ആസ് എ മെന്റർ ഞാൻ ഒരുപാട് സന്തോഷിക്കും, ആഗ്രഹിക്കും. പക്ഷെ നമ്മുടെ സക്സസ് എപ്പോഴും നമ്മുടെ സക്സസ് ആണ്. സോ ആ സക്സസ് എന്നുള്ളത് ഓരോരുത്തരും മനസ്സ് വിചാരിക്കണം. ഓരോരുത്തരും അത്ര എഫേർട്ട് വേണം, ഹാർഡ് വർക്ക് ചെയ്യണം, കൺസിസ്റ്റൻസി. എത്ര ഹാർഡ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റണം. സോ ഇത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇന്നത്തെ സെഷൻ കഴിഞ്ഞിട്ട് ഒരു മോർ ദാൻ 50% ആൾക്കാരെങ്കിലും 1 മന്ത് കഴിയുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് ഒരു താങ്ക്സ് പറയുമായിരിക്കും. അതുപോലെ അത് വർക്ക് ആയ സ്ട്രാറ്റജി അല്ലെങ്കിൽ വർക്ക് ആയ ഒരു കാര്യമാണ്. കാരണം വർക്ക് ആവേണ്ട കാര്യമാണ്. സോ നിങ്ങൾ വർക്ക് ചെയ്ത ഉറപ്പായിട്ട് ഈ ഒരു സാധനം നിങ്ങൾക്ക് ലൈഫ് ചേഞ്ച് അല്ലെങ്കിൽ ട്രേഡിംഗ് ലൈഫിൽ നിങ്ങൾക്ക് ഒരു വഴിത്തിരിവായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇത് മാസ്റ്റർ അക്കൗണ്ടിൽ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. തുടക്കം തന്നെ ചെയ്ത് അത്രയും നല്ലതായിരിക്കും. സോ വർക്ക്ഔട്ട് ചെയ്യുക ഗൈസ്. അതേപോലെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാനാണെങ്കിൽ 1-2 കാര്യം കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. രാഹുൽ ബ്രോ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ചലഞ്ച് തരുവാണ്. നമ്മുടെ ഫ്രീക്വൻസി എപ്പോഴും മാറ്റർ ചെയ്യും. കാരണം നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു ട്രീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് മാസ്റ്റർ മൈൻഡ് ഏറ്റവും നല്ല വ്യൂ ഉള്ള തേക്കടി പോലെ ഒരു സ്ഥലത്ത് വെച്ചത്? നിങ്ങൾ ഇത്രയും നാൾ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്തതിന്റെ ഒരു റീട്രീറ്റും കൂടാണ്. നമ്മളവിടെ ജസ്റ്റ് ബ്ലൈൻഡ്ലി ലേണിംഗ് മാത്രമല്ല. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് നമ്മളൊരു 1 ഡേ പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ അവിടെ നമുക്കൊരു റീട്രീറ്റ് വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് റിസോർട്ട് എടുത്ത് നമ്മൾ ആ ഒരു ലക്ഷറി തന്നെ ഫീൽ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ കംഫർട്ടബിൾ ആയി നമ്മളെല്ലാം ഒരുമിച്ച് വന്ന് കുറെ ഫൺ മൊമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. കാരണം നിങ്ങൾ അത്രയും ഡിസേർവ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും. സോ അടുത്ത ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ പോവുക. ഏതെങ്കിലും അത്യാവശ്യം നല്ല ഫ്രീക്വൻസി ഉള്ളതായിരിക്കണം. നല്ല മേ ബി സ്റ്റാർബക്സോ അല്ലെങ്കിൽ CCD കഫേ കോഫി ഡേയോ അല്ലെങ്കിൽ മറ്റേ കോസ്റ്റ കോഫിയോ ഏതെങ്കിലും അത്യാവശ്യം നല്ല പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ കോഫി ഷോപ്പിൽ പോവുക. ഏതെങ്കിലും ഒരു ടൈം വിൻഡോ, എയ്തർ ലണ്ടൻ അല്ലെങ്കിൽ ന്യൂയോർക്ക്, ഏതെങ്കിലും ഒരു ടൈം വിൻഡോ പോവുക. ആ ഒരു കിൽ സോൺ മൊത്തവും അവിടെ ഇരുന്ന് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രീക്വൻസി ഡിഫറെന്റ് ആയിരിക്കും. ഇത് തിങ്കളാഴ്ച ഓടിക്കേറി പോകരുത്. തിങ്കൾ തൊട്ട് വ്യാഴം വരെ പട്ടിപ്പണി എടുക്കുക. നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ആ ഫോക്കസ് ചെയ്തതിന് ശേഷം ഏതർ വെള്ളിയാഴ്ച നിങ്ങൾ പ്രോഫിറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു ചലഞ്ച് വെക്കുക. അടുത്ത ആഴ്ച ഞാൻ പ്രോഫിറ്റ് ആണെങ്കിൽ ഞാൻ എന്നെ തന്നെ ഒരു നല്ല കഫേയിൽ കൊണ്ടുപോയി ഞാൻ അവിടെ ഇരുന്ന് നമ്മുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഫോണോ വെച്ച് നന്നായിട്ട് ട്രേഡ് ചെയ്യും. ഒരു ബുക്ക് എടുക്കുക, നിങ്ങളുടെ ഫേവറേറ്റ് ബുക്ക് എടുക്കുക, ലാപ്പ് എടുക്കുക അല്ലെങ്കിൽ ഫോൺ എടുക്കുക, കോഫി ഷോപ്പിൽ പോവുക. നല്ല നല്ല അടിപൊളി നല്ല നല്ല ലക്ഷറി ആയിട്ടുള്ള കോഫി ഷോപ്പിൽ തന്നെ പോവുക. ഒരു കോഫിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്യുക. അത് കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഡ്രിങ്ക് എൻജോയ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ ഇരിക്കുക. കിൽ സോണിൽ പോകണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീക്വൻസി തന്നെ ഭയങ്കരമായിട്ട് മാറും. വീഡിയോ എടുക്കുക, ഗ്രൂപ്പിൽ ഇടുക. ബാക്കിയുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. മൺഡേ തന്നെ എല്ലാവരും പോയി വീഡിയോ എടുത്തിടരുത്. ഞാൻ പറഞ്ഞത് ഇത് ട്രീറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ഞാൻ എപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത് നമ്മളെ പണി എടുത്തിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. നാളെ ലണ്ടനിൽ തന്നെ പോയിട്ട് സ്റ്റാർബക്സിന്റെ അല്ലെങ്കിൽ CCD ഫോട്ടോ എടുത്ത് മലപ്പുറത്ത് ഇവിടെ ജനസംഖ്യ കുറച്ചുകൂടി മലപ്പുറത്താണല്ലോ. മലപ്പുറത്ത് പ്രമുഖമായ
കഫേ ഷോപ്പില് എലൈറ്റിലത്തെ എല്ലാ മെമ്പേഴ്സും എലൈറ്റിൽ എല്ലാരും കൂടെ വന്ന് രാവിലെ ഒരു സ്റ്റുഡിയോയിൽ ഉടുപ്പ് വാങ്ങിച്ചിട്ട് അല്ലേ ഇത് ഞാനിട്ടല്ലേ ആ സാധനം ആവരുത്, എല്ലാരും കൂടെ വരുന്നത്. നിങ്ങൾ ആദ്യം മൺഡേ തൊട്ട് നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നുന്ന സമയത്ത് ബ്രേക്ക് എടുക്കരുത്. ഇതേപോലെ ഒന്നൊന്ന് ഒരു ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്യുക, റിസ്ക് റിവാർഡ് കാര്യങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. നമ്പർ ഓഫ് ട്രേഡ്സ് കുറഞ്ഞ ആൾക്കാർ എയ്തർ മാർക്കറ്റ് ടോക്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ഒരുമിച്ചിരുന്ന് വർക്ക്ഔട്ട് ചെയ്ത് അടിപൊളിയായിരിക്കും. സോ ആ രീതിയിൽ ഒക്ടോബർ 2.0 എന്ന വേർഷൻ നമുക്ക് പുറത്തു കൊണ്ടുവരണം. ഒക്ടോബർ ആണ്, Q4 ആണ്, ഏറ്റവും നല്ല മാസമാണ്. അതിന് ഏറ്റവും എക്സാമ്പിൾ ആണ് സെപ്റ്റംബർ മാസം. എല്ലാവരും നമ്മൾ ഇന്നലെ പോൾ ഇട്ടപ്പം ഏകദേശം 80% ആൾക്കാരും എലൈറ്റിൽ പ്രോഫിറ്റബിൾ ആയിരുന്നു സെപ്റ്റംബർ മാസം. സോ ആ റിസൾട്ട് സെപ്റ്റംബറിലുള്ള റിസൾട്ടിനെക്കാട്ടിലും 100% നമുക്ക് പ്രോഫിറ്റ്, സ്ലൈറ്റ് ആയിക്കോട്ടെ വലുതായിക്കോട്ടെ, പ്രോഫിറ്റബിൾ എന്നുള്ള ബ്രേക്ക് ഈവൻ ആയിക്കോട്ടെ, ലോസ് ഒഴിവാക്കി 100% പ്രോഫിറ്റബിൾ, 100% ഫണ്ടഡ് ട്രേഡേഴ്സ്, ആ രീതിയിലോട്ട് ഒക്ടോബർ മാസം വരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്.